بسم الله الرحمن الرحيم وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ومالك وسائر الآئمة كذا أبو القاسم هداة الأمة. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ അടിമകളാണ് മനുഷ്യരായ നാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ഒരു വിഷയം നിർബന്ധം, വുജൂബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത് എന്നിങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ സാധാരണയായി ഏത് വിഷയത്തിലും കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. സ്വാഭാവികമാണ്. ഇന്ന് രാവിലെ ഞാൻ കുട്ടികൾക്ക് ഫതഹുൽ മുഈൻ ഓതി കൊടുക്കുമ്പോൾ ഫതഹുൽ മുഈനിൽ ഒരു കർമ്മശാസ്ത്രപരമായ നിയമം കണ്ടു. എന്താണ്? ഒരാൾ ഒരു ചെറിയ തോണി അല്ലെങ്കിൽ കപ്പൽ വാടകയ്ക്ക് വാങ്ങി. ആ കപ്പൽ ഇങ്ങനെ കടലിലൂടെ പോകുമ്പോൾ, പുഴയിലൂടെ പോകുമ്പോൾ ആ പുഴയിൽ നിന്ന് ഒരു മത്സ്യം ഈ കപ്പലിലേക്ക് ചാടി വീണു. എന്നാൽ ആ മത്സ്യത്തിന്റെ ഉടമ ആരാണ്? വാടകയ്ക്ക് വാങ്ങിയ ആളാണോ അല്ലെങ്കിൽ ഈ തോണിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ മുതലാളിയാണോ? ഫതഹുൽ മുഈനിൽ ഇന്ന് രാവിലെ ഞാൻ ഓതിക്കൊടുത്ത ഒരു ചർച്ചയാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഖുർആനിൽ വ്യക്തമായി അങ്ങനെ തോണിയിൽ തുള്ളിയ മീൻ ആരതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഹദീസ് നോക്കിയാൽ ഹദീസിലും അങ്ങനെ പ്രത്യേകം അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണൂല. അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ വിധി എങ്ങനെ അറിയാൻ കഴിയും? ഈ മത്സ്യം ഇപ്പൊ ആരെടുക്കണം? അതിന്റെ വിധി എങ്ങനെ അറിയാൻ സാധിക്കും? അതിന് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും നബിയുടെ ചര്യയും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അവർ പറഞ്ഞ വിധികളും നിയമങ്ങളും നടപ്പാക്കിയ ആചാരങ്ങളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൊട്ടുകിടക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വിധികളും വളരെ വിശദമായും വ്യക്തമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരാളും പറഞ്ഞ ഒരു വിധിയും വിട്ടുപോകാതെ സർവ്വ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും പാണ്ഡിത്യം നേടുകയും അറബി ഭാഷയിൽ ഏറ്റവും വിശാലമായ പാണ്ഡിത്യം നേടുകയും അതിന്റെ പുറമെ അപാരമായ ബുദ്ധിയും അപാരമായ പാണ്ഡിത്യവുമുള്ള മഹാന്മാർ അതിന്റെ നിയമങ്ങൾ കണ്ടെത്തി സമുദായത്തിന് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കതിന്റെ നിയമം ഗ്രഹിക്കാൻ കഴിയൂ. അങ്ങനെ
ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഓരോ വിഷയത്തിന്റെയും നിയമങ്ങൾ, ഓരോ കാര്യത്തിന്റെയും നിയമങ്ങൾ വ്യക്തമായി ഇവിടെ ക്രോഡീകരിച്ച് പിൻതലമുറക്ക് എത്തിച്ചു കൊടുത്ത പ്രഗത്ഭരായ 4 പണ്ഡിതന്മാരാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറയുന്നത്. ആ 4 മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ നിയമങ്ങളെ മറികടന്നുകൊണ്ട് ഒരു പുതിയ നിയമം പറയാൻ ഇവിടെ ആർക്കും അവരുടെ ശേഷം അവരെ പോലെ പാണ്ഡിത്യമുള്ള, അവരെ പോലെ കഴിവുള്ള, അവരെ പോലെ ആത്മാർത്ഥതയുള്ള, അവരെ പോലെ ആത്മീയതയുള്ള ഒരു മഹാനും ഇവിടെ അവർക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവും ആണ്. അതിനാൽ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരും ഈ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഏതെങ്കിലും ഒരു മഹാൻ പറഞ്ഞതനുസരിച്ച് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്ന് രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും യോജിച്ച് 4 മദ്ഹബിന്റെ ഇമാമുകൾ വിധിച്ച വിധി, തീരുമാനം അത് അംഗീകരിച്ച് ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയും അതനുസരിച്ച് മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ലോകം 4ൽ ഒരു മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് സർവ്വ രാഷ്ട്രങ്ങളിലും അവരുടെ കർമ്മപരമായ വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ആണ്. സഹോദരന്മാർ മനസ്സിലാക്കണം, ഇന്നും കഅബ ശരീഫും റൗള ശരീഫും നിലനിൽക്കുന്ന മക്കയിലും മദീനയിലും കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾക്ക് അവലംബിക്കുന്നത് ഹംബലി മദ്ഹബ്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ആണ്. അങ്ങനെ എല്ലാ മുസ്ലിമീങ്ങളും 4ൽ ഒരു മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും ജീവിക്കുമ്പോൾ ഇവിടെയുള്ള പുത്തൻവാദികളുടെ പ്രസ്ഥാനം അവർ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും എതിരായി 4 മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ 4 മുസീബത്തുകളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാണാം, ഉമർ മൗലവി 1972 സെപ്റ്റംബർ 20 സെൽസബീലിൽ അദ്ദേഹം എഴുതി, മദ്ഹബുകൾ മൂലവും ഫിഖ്ഹിന്റെ കിതാബുകൾ മൂലവും ഇസ്ലാം മതത്തിന് നേരിട്ട മുസീബത്ത് വമ്പിച്ചതാകുന്നു. അങ്ങനെ മദ്ഹബുകൾ നിമിത്തമായും ഇമാമുകളുടെ കിതാബുകൾ നിമിത്തമായും ഇസ്ലാം ദീനിന് നേരിട്ട മുസീബത്ത് ഭയങ്കരാണ്, വമ്പിച്ചതാണ് എന്നാണ് ഉമർ മൗലവി പറയുന്നത്. ഇത് തന്നെയാണ് മൗദൂദിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ മൗദൂദിയും ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. പൂർവകാല ഗ്രന്ഥങ്ങൾ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്ലാം അപമാനമായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള പുത്തൻവാദികൾ, കേരളത്തിൽ മാത്രമുള്ള പുത്തൻവാദികൾ, അവരോട് ചാഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ ചാഞ്ഞു നിൽക്കുന്ന ചുരുക്കം ചില ആളുകൾ ഇവിടെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടും അവരെ നിഷേധിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ ദീൻ നശിപ്പിക്കാനുള്ള ഒരുപാട് പുതിയ നിയമങ്ങൾ അവർ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചു. അതുകൊണ്ട് എന്താണ് മദ്ഹബുകൾ, എന്താണ് നിയമങ്ങൾ എന്നതിനെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ ജീവിത പരിപാടി ദീൻ, അത് അൽ ഇസ്ലാം ഒന്ന് മാത്രമാണ്. ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ളതാണ്. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അല്ലാഹു പറയുന്നു, അല്ലാഹു തങ്ങളെ ഒരു വഴിയുടെ മേൽ, ഒരു നിയമസംഹിതയുടെ മേൽ ആക്കിയിട്ടുണ്ട്, അത് പിന്തുടർന്ന് ജീവിക്കണം. വിവരമില്ലാത്തവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്നതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, തുടരാൻ പറ്റില്ല. അപ്പൊ അല്ലാഹുവിൻ്റെതാണ് നിയമങ്ങൾ. ആ നിയമങ്ങൾ പഠിപ്പിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഇറക്കിയ പരിശുദ്ധമായ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ
അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധികൾ, തീരുമാനങ്ങൾ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്. അങ്ങേക്ക് നമ്മൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, സത്യമായ നിലക്ക് അവതരിപ്പിച്ചു. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് താങ്കൾ തീരുമാനം പറയാൻ വേണ്ടി താങ്കൾക്ക് അല്ലാഹു തരുന്ന അറിവനുസരിച്ച്, അല്ലാഹു തരുന്ന അറിവ് വെച്ച് ഖുർആൻ ആസ്പദമാക്കി താങ്കൾ ശരിയായ വിധി പറയാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ അനുസരിച്ച് വിധി പറയാൻ വേണ്ടിയാണ്. അങ്ങനെ അല്ലാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ. അത് അംഗീകരിക്കാത്തവൻ സത്യവിശ്വാസിയല്ല. അല്ലാഹു പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഈമാനുള്ള ഏത് പുരുഷനും ഏതൊരു സ്ത്രീയും അല്ലാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അവിടെ അവർക്ക് സ്വന്തം തീരുമാനം പറയാൻ അധികാരമില്ല. അവരത് പൂർണ്ണമായി അംഗീകരിക്കണം. വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനും റസൂലിനും വല്ലവനും വിരുദ്ധമായി ചെയ്താൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വ്യക്തമായ പിഴവ് പിഴച്ചു കഴിഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെയും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിയമങ്ങൾ അനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കണം. എന്നാൽ ഈ നിയമം നമ്മളെ വകയിൽ ഊഹിച്ചെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. ഖുർആൻ തന്നെ പറയുന്നു, ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. അറിയാത്തത് നീ പറയാൻ പറ്റില്ല, അറിയാത്തതൊന്നും തന്നെ നീ എടുക്കാൻ പറ്റില്ല. നിനക്ക് അറിയണം, അറിയാത്തത് സ്വീകരിക്കാൻ പാടില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കാതും കണ്ണും മനസ്സും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിലും അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വീകരിക്കാൻ നിർവാഹമില്ല. എന്തെങ്കിലും ഊഹിച്ച് പറയാനുള്ളതല്ല ദീൻ. ഇതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമമാണ് ഒരു കാര്യം ഹറാമാണ്, ഹലാലാണ്, സുന്നത്താണ്, വുജൂബാണ്, കറാഹത്താണ് എന്ന് സ്വന്തത്തിലങ്ങ് പറയാൻ പറ്റുന്നതല്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നു, അള്ളാഹുവിന്റെ നിയമമാണല്ലോ ഹലാലും ഹറാമും കറാഹത്തും സുന്നത്തും ഒക്കെ അള്ളാഹുവിന്റെ നിയമമല്ലേ, അത് നമ്മുടെ ഇഷ്ടത്തിനങ്ങ് പറയാൻ പറ്റുമോ? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ലൻ നാസ ബിഗൈരി ഇൽമിൻ. അറിവില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിപ്പറയുന്നവനേക്കാൾ അക്രമി ആരാണ്? അല്ല ഇത് നിർബന്ധമാക്കി എന്ന് നിർബന്ധമില്ലാത്തതിനെ കുറിച്ച് പറയാമോ? അല്ല ഇത് ഹറാമാക്കി എന്ന് ഹറാമില്ലാത്തതിനെ കുറിച്ച് പറയാമോ? അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ കള്ളം പറഞ്ഞവരാണ് അവൻ. വിവരമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാണ്. വേറൊരായത്തിൽ അല്ലാഹു വളരെ ഗൗരവത്തോടെ പറയുന്നു, ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب. ഓ ജനങ്ങളെ, നിങ്ങളുടെ നാവുമ്മൽ വരുന്നതനുസരിച്ച് നിങ്ങൾ കളവ് പറയരുത്. ഇത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്ന് നിങ്ങളങ്ങ് പറഞ്ഞേക്കരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടി പറയാൻ അല്ലാഹു ഹറാമാക്കാത്തത് ഹറാമാണെന്ന് പറയാൻ പാടുണ്ടോ? അല്ലാഹു തആല ഹലാലാക്കാത്തത് ഹലാലാണെന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടി പറയുന്നവർ ഒരിക്കലും വിജയിക്കൂല. അപ്പൊ വിജയം കൈവരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തിൽ കൈകടത്തി അവനവന്റെ ഇഷ്ടപ്രകാരം അത് ഹലാല് ഇത് ഹറാമെന്ന് ഓരോരുത്തരും പറയാനുള്ളതല്ല പരിശുദ്ധ ദീനിന്റെ നിയമം. ആർക്കും എന്തും പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, സഹോദരന്മാരെ, ഇതിന്റെ ഗൗരവം, ഇസ്ലാമിന്റെ ഒരു നിയമം ഒരാൾ പറയുന്നതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾക്ക് കാണാം. മഹാനവറുകൾ പറയാണ്,
ലൈസ ലീ വലാ ലിആലിമിൻ, എനിക്കും പറ്റില്ല, ഒരു പണ്ഡിതനും പറ്റില്ല, അൻ യഖൂല ഫീ ഇബാഹത്തി ശൈഇൻ വലാ ഹദ്രിഹി വലാ അഖ്ദി ശൈഇൻ മിൻ അഹദിൻ വലാ ഇതാഇഹി ഇല്ലാ അൻ യജിദ ദാലിക നസ്സൻ ഫീ കിതാബില്ലാഹി ഔ സുന്നത്തിൻ ഔ ഇജ്മാഇൻ ഔ ഖബറിൻ യൽസം. എനിക്കോ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഒരാൾക്കും തന്നെ ഇന്നത് ഹലാലാണ്, ഇന്നത് പാടില്ലാത്തതാണ്, ഇന്നത് ഇന്നയാളിൽ നിന്ന് വാങ്ങണം, ഇന്നാളിൽ നിന്ന് വാങ്ങിക്കൂടാ, ഇങ്ങനെയൊന്നും സ്വന്തത്തിലെന്ന് പറയാൻ പറ്റില്ല. അത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി കാണണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ കാണണം, അല്ലെങ്കിൽ ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ ഏകോപിച്ച് അത് പറഞ്ഞതായി നടപ്പാക്കിയതായി ഞങ്ങൾക്ക് കാണണം. അല്ലെങ്കിൽ ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും സ്ഥിരപ്പെട്ട ഒരു വിഷയത്തോട് തുല്യമാണ് ഇത് എന്ന് ശരിയായ നിലക്ക് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമായി ഒരു തെളിവ് ആ നിലക്ക് പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണം. ഒരു ഇജ്തിഹാദ് ചെയ്യാനുള്ള കഴിവുള്ള പണ്ഡിതൻ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മാഇൽ നിന്നും മനസ്സിലാക്കി പറയാൻ കഴിവുള്ള ഒരു പണ്ഡിതൻ വേണ്ട, ആർക്കും മതത്തിന്റെ നിയമം അങ്ങ് പറയാം എന്നാണെങ്കിൽ ജാസലി കുല്ലി അഹദിൻ യഖൂല മാന ബിമാ ഖതറ അലാ ബാലിഹി വലാകിൻ അലൈനാ വലാ അഹ്ലി സമാനിനാ അല്ലാ നഖൂല ഇല്ലാ മിൻ ഹൈസു വസഫ്തു. ഒരിക്കലും എല്ലാവർക്കും പറയാനുള്ളതല്ല ദീൻ, എങ്ങനെയും പറയാനുള്ളതല്ല ദീൻ. ദീൻ അതിനെ സംബന്ധിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ പണ്ഡിതന്മാർ, അവർക്ക് ഖുർആനിലും ഹദീസിലും ഇജ്മാഇലും കാണാത്തത് അതിൽ കണ്ടതിനോട് തുല്യപ്പെട്ടതാണോ എന്ന് അവർ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിന്റെ നിയമം പറയാം. അല്ലാത്തവർക്ക് അത് പറയാൻ ഒരു നിലക്കും അർഹതയില്ല. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫഅമ്മാ മൻ ലാ ആലത ഫീഹി ഫലാ യഹില്ലു ലഹു അൻ യഖൂല ഫിൽ ഇൽമി ശൈആ. ഇത് പറയാനുള്ള കഴിവും തന്റെ ഇടവും അതിനുള്ള അർഹതയും പാണ്ഡിത്യവും വിവരവും ഇല്ലാത്ത ഒരു മനുഷ്യന് മതത്തിൽ ഒരു നിയമവും പറയൽ അനുവദനീയം അല്ലേ അല്ല. കാരണം പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമമാണെന്ന് അവൻ പറയുന്നത് നിയമം അല്ലാത്തതിനെ സംബന്ധിച്ചായിരിക്കും. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ മേൽ കള്ളം പറയലാണ്. സഹോദരന്മാര്, എന്നാൽ ചില വിഷയങ്ങൾ ആർക്കും പറയാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. ആർക്കും പറയാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. അതെന്താണ്? എല്ലാവർക്കും അറിയാവുന്ന ചില വിഷയങ്ങൾ. അതിൽ പിന്നെ മദ്ഹബും ഇമാമും ഒന്നും നോക്കേണ്ടയില്ല. അങ്ങനത്തെ ചില സംഗതികളുണ്ട് എല്ലാവർക്കും പറയാൻ കഴിയുന്നത്. അത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഇൽമു ആമ്മ, എല്ലാവർക്കും മനസ്സിലാകുന്ന ചില വിവരമുണ്ട്. ലാ യസഉ ബാലിഗൻ ഗൈറ മഗ്ലൂബിൻ അലാ അഖ്ലിഹി ജഹ്ലുഹു. അതൊരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അറിയാതിരിക്കൂല. അങ്ങനത്തെ ചില സംഗതിയുണ്ട്. ഏതുപോലെ 5 നേരം നിസ്കാരം നിർബന്ധമാണ്, റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ്, കഴിവുള്ളവന് ഹജ്ജ് നിർബന്ധമാണ്, കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കേണ്ടതാണ്, വ്യഭിചാരം ഹറാമാണ്, കള്ളു കുടിക്കാൻ പാടില്ലാത്തതാണ്, മറ്റൊരുത്തനെ കൊല ചെയ്യാൻ കൊന്നുകളയാൻ പാടില്ലാത്തതാണ്, കളവ് നടത്താൻ പാടില്ലാത്തതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു വലിയ മുജ്തഹിദായ ഇമാമാണോ? അത് ഏത് മുസ്ലിമിനും പറയാൻ കഴിയും. അവിടെ നമ്മൾക്ക് ഒരു വലിയ പണ്ഡിതൻ പറയാൻ വേണ്ടി കാത്തിരിക്കട്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി തന്നെ വന്നതാണെന്നതിന്റെ പുറമെ يحكونه عن رسول الله صلى الله عليه وسلم ولا يتنازعون في حكايته ولا وجوبه عليهم. അതിൽ ഒരു തർക്കത്തിനും അവകാശമില്ലാതെ സാധാരണക്കാരായ ആളുകൾ തന്നെ അവരുടെ മുൻഗാമികളായ സാധാരണക്കാരിൽ നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കി പഠിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇന്ന് വരെ തുടർന്ന് എല്ലാവരും അറിയുന്ന നിയമങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന ആശയങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് വരെയുള്ള എല്ലാവരും മനസ്സിലാക്കിയത്, അങ്ങനത്തെ വിഷയങ്ങൾ അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയും, ആർക്കും പറയാൻ കഴിയും. അങ്ങനെ ഇൽമിന്റെ കൂട്ടത്തിൽ ഒരു ഇൽമ്. എന്നാൽ വേറെ ഒരു ഇൽമ്, ഇൽമു ഖാസത്തിൻ, എല്ലാവർക്കും പറയാൻ പറ്റാത്ത ഇൽമ്. അതേതാണ്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വീണ്ടും വിവരിക്കുകയാണ്. ആ ഇൽമേതാണ് ചിലർക്ക് മാത്രം അറിയുന്നത്. ما ينوب العباد من فروع الفرائض وما يخص به من الأحكام وغيرها مما ليس فيه نص كتاب ولا في أكثره نص سنة وإن كانت في شيء من سنة فإنما هي من أخبار الخاصة لا أخبار العامة وما كان منه يحتمل التأويل ويستدرك قياسا. ബഹുമാനപ്പെട്ടവർ പറയാണ്, പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ വ്യക്തമായി വന്നതല്ല. അതേ സമയത്ത്
പലപ്പോഴും പലർക്കും ആവശ്യമായി വരുന്ന ചില നിയമങ്ങൾ അത് വ്യക്തമായ ഖുർആനിൽ പറഞ്ഞിട്ടില്ല, വ്യക്തമായി ഹദീസിൽ പറഞ്ഞിട്ടില്ല. അതാ ഏതെങ്കിലും ഹദീസിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത് 5 നേരത്തെ നിസ്കാരം പോലെ വന്നതല്ല, ഏതോ ചില വ്യക്തികൾ മാത്രം റിപ്പോർട്ട് ചെയ്തതാണ്. ആ റിപ്പോർട്ട് ചെയ്ത വാചകത്തിന്റെ അർത്ഥം എന്താണ്, ഉദ്ദേശം എന്താണ് എന്നതിനൊക്കെ പല വ്യാഖ്യാനവും വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഒരു നിയമം മറ്റുള്ള നിയമങ്ങൾ വ്യക്തമായി വന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ചില സംഗതികളുണ്ട്, അതെല്ലാവർക്കും അറിയാൻ കഴിയുന്ന വിഷയം അല്ല. അത് പിന്നെ ആർക്കേ കഴിയുള്ളൂ? അതറിയുന്നവർ വലിയ ദറജയുള്ള വലിയ പവറുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അതറിയാൻ കഴിയൂ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഹാദിഹി ദറജത്തുൻ മിനൽ ഇൽമി ലൈസ തബ്ലുഹൽ അമ്മതു വലം യുകല്ലഫഹാ കുല്ലുൽ ഖാസ്സതി. ബഹുമാനപ്പെട്ട പറയുന്നത് ഇൽമിൽ നിന്നുള്ള ഒരു വലിയ ദറജയാണ്. ഒരു സാധാരണ പണ്ഡിതനും അത് മനസ്സിലാക്കാൻ കഴിയൂല. അത് മനസ്സിലാക്കണമെങ്കിൽ വലിയ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനാകണം. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ അദ്ദേഹം അതിലേക്ക് ഉയർന്നു പോയി അത് അങ്ങേയറ്റം ചിന്തിച്ച് മനസ്സിലാക്കി നിയമം പറയേണ്ടതാണ്. ആ പണി എല്ലാവർക്കും നിർബന്ധമില്ല. അതാരെങ്കിലും ചെയ്താൽ തന്നെ കുറ്റത്തിൽ നിന്ന് മറ്റുള്ളവർ ഒഴിവാകുന്നതാണ്. ആ നിലക്ക് കണ്ടെത്തിയ പണ്ഡിതൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച്, പണ്ഡിതൻ വിവരിച്ചു കൊടുത്തതനുസരിച്ച് പണ്ഡിതനെ സ്വീകരിച്ച് ജീവിക്കുകയുമാണ് വേണ്ടത്. അതിനെന്താണ് തെളിവ്? ഇങ്ങനെയുള്ള ഇമാമികളായ പണ്ഡിതന്മാർ, അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമം കണ്ടെത്താൻ അർഹതയുള്ള പണ്ഡിതന്മാർ അധ്വാനിച്ച് നിയമം കണ്ടെത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർ ഇമാമികളല്ലാത്തവർ, മുജ്തഹിദുകളല്ലാത്തവർ അത് സ്വീകരിക്കുകയും ചെയ്യണം എന്നതിനെന്താണ് തെളിവ്? ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രമാണം ഉദ്ധരിക്കുന്ന ഖുർആൻ ഉദ്ധരിക്കുന്നു, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫത്തൻ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹൂ ഫിദ്ദീനി വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ തെളിവ് എന്താണ്? അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു പറഞ്ഞു എല്ലാവരും യുദ്ധത്തിന് വേണ്ടി പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് വലിയ വലിയ യുദ്ധങ്ങൾ, ഇസ്ലാമിന്റെ എതിരാളികൾ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും ഇസ്ലാമിക രാഷ്ട്രം പിടിച്ചെടുക്കാനും നബി തങ്ങളെ തന്നെ വധിക്കാനും ഒക്കെ വന്നപ്പോ അവരോട് നേരിടുന്ന യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ആ യുദ്ധങ്ങൾക്ക് എല്ലാവരും ഒന്നായിട്ട് പോകാൻ പാടില്ല. പിന്നെയോ ഒരു വിഭാഗം ആളുകൾ ഇവിടെ നിൽക്കണം. എന്തിനാ നിൽക്കുന്നത്? ലിയതഫഖഹൂ ഫിദ്ദീൻ, അവർ ദീനുൽ ഇസ്ലാമിൽ അതിന്റെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി നിൽക്കണം എന്ന് അല്ലാഹു പറയാണ്. വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. പഠിച്ചിട്ടുള്ള മഹാന്മാർ ആ യുദ്ധത്തിന് പോയവർ തിരിച്ചു വന്നാൽ അവർക്ക് ദീനിന്റെ നിയമം പറഞ്ഞു കൊടുക്കണം. ആ നിയമം അനുസരിച്ച് തിരിച്ചു വന്ന ആളുകൾ, അവർ പഠിക്കാത്തവരാണല്ലോ, അവർ യുദ്ധത്തിന് പോയതല്ലേ, അവർ അതനുസരിച്ച് ജീവിക്കുകയും വേണം. ഇങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പഠിച്ചിട്ട് വലിയ ഇമാമാകണം, അങ്ങനെ നടക്കുന്ന സംഗതിയല്ല. എല്ലാവരും ഒരു പണിയിലായിരുന്നു, അവരുടെ ബാക്കിയുള്ള പണി നടക്കണ്ടേ. അതുകൊണ്ട് എല്ലാവരും ഇമാമാകലില്ല. ഇമാമായ മുജ്തഹിദായ മഹാപണ്ഡിതന്മാർ അവർ പഠിച്ചു മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർ അത് സ്വീകരിക്കുക. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വഅഖബറനല്ലാഹു അന്നൽ മുസ്ലിമീന ലം യകൂനൂ ലിയൻഫിറൂ കാഫ. അങ്ങനെ എല്ലാവരും പോകാൻ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. പിന്നിട്ടോ ഫഅഖബറ അന്ന നഫീറ അലാ ബാലിഹിം, ചിലർ യുദ്ധത്തിനും പ്രവർത്തനത്തിനും പോകണം, ദൂനബാലിൻ ചിലർ പോകരുത്. വഅന്ന തഫഖുഹ ഇന്നമാ ഹുവ അലാ ബാലിൻ ദൂനബാലിൻ, ഇസ്ലാമിന്റെ നിയമങ്ങൾ സദാ വളരെ നന്നായി ശ്രദ്ധിച്ച് വളരെ അധ്വാനിച്ച് പഠിച്ച് ഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് ചിലർക്ക് മാത്രം നിർബന്ധമുള്ളതാണ്, എല്ലാവർക്കും നിർബന്ധമുള്ളതല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷി അത് ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ്. ചെയ്തവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെയാണ് സഹാബത്തിന്റെ കാലം മുതൽ ഈ കാലം വരെ നടന്നു വന്നത്. എല്ലാവരും ഖുർആൻ നോക്കി നിയമം പറയലല്ല, എല്ലാവരും റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കി നിയമം പറയലല്ല. ഒരു കൂട്ടർ നന്നായി പഠിച്ച് വലിയ ഇമാമിങ്ങളായവർ അവര് നിയമം പറയുക, മറ്റുള്ളവർ ആ ഇമാമിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കുക. അങ്ങനെയാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. ശാഫിഈ
ഇമാം റളിയല്ലാഹു അൻഹു പറയാണ് വലം യസലിൽ മുസ്ലിമൂന അലാ മാ വസഫ്തു മുൻദു ബഅസല്ലാഹു നബിയഹു ഫീമാ ബലഗനാ ഇലൽ യൗമി യതഫഖഹു അഖല്ലുഹു മുസ്ലിമീങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് സഹാബത്തിന്റെ കാലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കാലം മുതൽക്ക് അങ്ങനെയാണുള്ളത്. ഒരു വിഭാഗം ആളുകൾ അവരതാ വളരെ ചുരുങ്ങിയ ആളുകൾ അവർ നന്നായി ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കും, എന്നിട്ട് അവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും, മറ്റുള്ളവർ അതനുസരിച്ച് ജീവിക്കും. അത് തന്നെ അവിടുത്തെ കിതാബ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിലും അതേ കാര്യം തന്നെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാം. ലിയകൂനൽ ബാഖൂന തബഅൻ വമുഖല്ലി ഖാല തആല ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖ. അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്ത് തെളിവാണ്. ഒരു വിഭാഗം ആളുകൾ ആ പഠിച്ച് അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ പിന്തുടർന്നുകൊണ്ടും തഖ്ലീദ് ചെയ്തുകൊണ്ടും, തഖ്ലീദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് സ്വീകരിക്കുക എന്നാണ്. അത് സ്വീകരിച്ചുകൊണ്ടും ജീവിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫലം യസ്ഖുതിൽ ഇജ്തിഹാദു അൻ ജമീഇഹിം വലാ ഉമിറ ബിഹി കാഫത്തുഹും. അപ്പൊ എല്ലാവരും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമം കണ്ടെത്തണം, അങ്ങനെ ഒരു നിയമം പടച്ചവൻ പഠിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറയാത്ത വിഷയങ്ങളുടെ നിയമം ആരും കണ്ടെത്താതിരിക്കാനും പാടില്ല. അത് കണ്ടെത്തുന്ന ഇമാമുകൾ ഉണ്ടാകണം, അവരത് മനസ്സിലാക്കി തരികയും വേണം. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അത് തന്നെ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, ആ സ്ഥാനം എന്ന് പറയുന്നത് അതൊരു വലിയ സ്ഥാനമാണ്. ആ സ്ഥാനം ലഭിക്കുന്നത് ആർക്കാണ്? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമു നൽകപ്പെട്ട എല്ലാ ആലിമീങ്ങളും ഒരുപോലെയല്ല, പലർക്കും പല പദവികളുണ്ട്. ഉന്നതമായ പദവിയിൽ എത്തിച്ചേർന്നവരാരോ അവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. ആ കഴിയുന്ന വ്യക്തികളാണ് അത് കണ്ടെത്തിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ കാര്യം അള്ളാഹുവിന്റെ റസൂലും പറയുന്നത് കണ്ടോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുശബ്ബഹാത്ത് ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാൻ, അൽ ഹലാലു ബയ്യിനുൻ, എല്ലാവർക്കും മനസ്സിലാകുന്ന ചില ഹലാല് വളരെ വ്യക്തമാണ്. വൽ ഹറാമു ബയ്യിനുൻ, പല ഹറാമും വളരെ വ്യക്തമാണ്. എന്നാൽ പല ഹറാമും പല ഹലാലും എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ വ്യക്തമാണെങ്കിൽ വബൈനഹുമാ ഉമൂറുൻ മുശബ്ബഹാത്തുൻ, അത് രണ്ടിന്റെയും ഇടയ്ക്ക് ഇത് ഹറാമാണോ അല്ലേ, അത് ഹലാലാണോ അല്ലേ, അത് നിർബന്ധാണോ അല്ലേ, സുന്നത്താണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. തിരിച്ചറിയാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ ആർക്കും അറിയൂല എന്നാണോ? അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നില്ല, യഅലമുഹാ കസീറുൻ മിനൻ നാസ്. ബുഖാരിയിലെ 52ാമത്തെ ഹദീസാണ്. അധികം ആളുകൾക്കും അതറിയാൻ കഴിയൂല, വളരെ കുറഞ്ഞ ആളുകൾക്ക് അതറിയാൻ കഴിയൂ. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ ശറഹിൽ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം, ലാകിന്നിൽ ഖലീലി മിനൻ നാസി വഹുമുൽ മുജ്തഹിദൂൻ. അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമം കണ്ടെത്താൻ കഴിയുന്ന പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാർക്ക് മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. അവർ ചുരുക്കം ആളുകൾ മാത്രമാണുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് മാത്രം അറിയാൻ കഴിയുന്ന ഒരുപാട് നിയമങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അതാ അന്തർലീനമായി കിടക്കുന്ന നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങൾ അത് കണ്ടെത്തിയവരെ സ്വീകരിക്കലല്ലാതെ നമുക്ക് ഇസ്ലാമിന്റെ നിയമം കണ്ടെത്താൻ ഒരു വഴിയും അവരെ പോലെ വിവരമില്ലാത്ത ആളുകൾക്ക് ഇല്ലേ ഇല്ല. ഇവിടെയാണ് നമ്മളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികളും അതാ വഴിപിരിയുന്ന ഒരു വലിയ സ്ഥലം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചതും
ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് നടന്നു വരുന്നതും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിയ വിവരമുള്ള പണ്ഡിതന്മാർ അവർ നിയമം കണ്ടെത്തുക, അവർ പറയുന്നത് മറ്റുള്ളവർ സ്വീകരിക്കുക, ഇങ്ങനെയാണ്. എന്നാൽ അങ്ങനത്തെ പണ്ഡിതന്മാരെ സ്വീകരിച്ചുകൂടാ. നമ്മൾ തന്നെ ഖുർആനിൽ എന്താ പറഞ്ഞത്, ഹദീസിൽ എന്താ പറഞ്ഞത് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നിയമം പറയാൻ എന്ന് പുത്തൻവാദികൾ വാദിച്ചു. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ രൂക്ഷമായ ഭിന്നത വാസ്തവത്തിൽ ഉടലെടുത്തിട്ടുള്ളത്. ഒന്നും അറിയില്ലാത്ത നമ്മൾ നിയമം കണ്ടെത്തണം എന്ന് ഒരു ബുദ്ധിയോടും യോജിക്കാത്ത, ഒരക്കലുള്ളവനും പറയാൻ കഴിയാത്ത ഒരു വാദം ഈ പുത്തൻവാദികൾ വാസ്തവത്തിൽ വാദിച്ചു. ആ വാദം മുസ്ലിം സമുദായത്തിന്റെ കർമ്മരംഗവും വിശ്വാസരംഗവും മുഴുവൻ അപകടത്തിലാക്കി എന്നത് ഒരു സത്യവും യാഥാർത്ഥ്യവുമാണ്. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആ സമയത്ത് ചോദിച്ചു, ഈ മുആദേ കൈഫ തഖ്ദി ഇദാ അറദ ലക ഖളാ, നിങ്ങൾക്കൊരു തീരുമാനം പറയേണ്ടി വന്നാൽ, ഒരു വിധി പറയേണ്ടി വന്നാൽ നിങ്ങൾ എങ്ങനെ വിധി പറയാം? മുആദ് റളിയല്ലാഹു അൻഹു അഖ്ദി ബി കിതാബില്ലാഹി, അല്ലാഹുവിന്റെ ഖുർആനിലുള്ള നിയമം ഞാൻ പറയും. ഖാല ഫഇല്ലം തജിദ് ഫീ കിതാബില്ലാഹി, ഖുർആനിലെ നിയമം കാണുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യാ? ഖാല ഫബി സുന്നത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്ത് റസൂലുള്ളാഹിന്റെ ചര്യ അനുസരിച്ച് ഞാൻ വിധി പറയും. ഖാല ഫഇല്ലം തജിദ് ഫീ സുന്നത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിലും അതിന് നിയമം കാണുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യാ? മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യമാണ്, ഖുർആനിലും കാണുന്നില്ല, നിങ്ങൾ ഹദീസിലും കാണുന്നില്ല, നബി നിങ്ങൾ എന്താ ചെയ്യാ? ഖാല അജ്തഹിദു റഈ വലാ ആലു, നബിയെ ഖുർആനിലും ഹദീസിലും പറഞ്ഞ നിയമം ഞാൻ ആ നിയമത്തോട് ഇതെങ്ങനെ യോജിക്കുന്നു, ഈ വിഷയം എങ്ങനെ യോജിക്കുന്നു എന്ന് ഖുർആനിലും ഹദീസിലും ഒരു വിഷയത്തിന്റെ നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയവുമായി ഈ വിഷയം എങ്ങനെ യോജിക്കുന്നു എന്ന് ഞാൻ തുലനം ചെയ്തു നോക്കിയിട്ട് അതിന്റെ നിമിത്തം കണ്ടുപിടിച്ച് അതേ വിഷയം ഇവിടെയും ഉണ്ടെങ്കിൽ അതേ നിയമം ഇതിനുമാണെന്ന് ഞാൻ അങ്ങ് നിയമം വിധി എന്ന് പറയും. ഖുർആൻ ഹദീസ് മനസ്സിലാക്കിയിട്ട് ഞാൻ നിയമം അങ്ങോട്ട് പറയും. فضرب رسول الله صلى الله عليه وسلم صدره وقال, അല്ലാഹുവിന്റെ റസൂൽ അതാ നെഞ്ഞത്ത് കൈവച്ചിട്ട് ഒരു പൊരുത്തം കൊടുക്കലാണ്. ആ സമയത്ത് വളരെ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അൽഹംദുലില്ലാഹി അല്ലദീ വഫഖ റസൂലല്ലാഹി ലിമാ യുർദി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തുന്ന മറുപടി പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേക്കുന്ന മുആദിന് സാധിച്ചല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ വലിയ സന്തോഷമായി പോയി. അപ്പൊ ഖുർആനിൽ വ്യക്തമായി പറയാത്തൊരു നിയമം, ഹദീസിൽ വ്യക്തമായി പറയാത്തൊരു നിയമം, അത് മഹാപണ്ഡിതനായ മുആദ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് ഗ്രഹിച്ചു പറയുന്നു. ഇതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രഹിച്ചു പറയൽ പാണ്ഡിത്യമുള്ളവർക്ക് നിർബന്ധമാണ്. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ അവരല്ലാത്തവരെന്ത് ചെയ്യണം? അവരല്ലാത്തവർ അവർ പറയുന്നത് സ്വീകരിക്കണം. ഇവിടെ മുസ്ലിംകൾ, പ്രത്യേകിച്ചും മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പറയുന്ന സ്ഥലത്ത് അവർ സാധാരണ പ്രയോഗിക്കുന്ന അറബിയിലുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആലിം. ആലിം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ മതനിയമങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവർക്കാണ് കർമ്മശാസ്ത്രത്തിന്റെ നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആലിം എന്ന് പറയുന്നത്. വലൈസ ലിൽ ആലിം അയൽ മുജ്തഹിദിൽ മുത്ലഖി ഫഇന്നഹുൽ മുറാദ് മിനൽ ആലിം കൽ മുഫ്തി ഹൈസു ഉത്ലിഖ ഫിൽ ഉസൂൽ, സറഹുൽ വറഖാത്തിന്റെ 247-ാമത്തെ പേജിൽ കാണാം. അൽ ആലിം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരവരെ കിതാബുകളിൽ പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന വെറും ഒരു കേവലം പണ്ഡിതൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആലിം എന്നവർ പ്രയോഗിക്കുന്നത് ഏത് നിയമവും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്താൻ കഴിവുള്ള മുജ്തഹിദ് മുത്ലഖ് എന്ന നിരുപാധികമായി നിയമം കണ്ടെത്താൻ കഴിവുള്ള പണ്ഡിതന്മാർക്കാണ്. അവരെ സംബന്ധിച്ച് തന്നെയാണ് പണ്ഡിതന്മാർ അൽ മുഫ്തി എന്ന് പ്രയോഗിക്കുന്നതും അത്തരം ഗ്രന്ഥങ്ങളിൽ. അത് സറഹുൽ വറഖാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, സാധാരണ നിലയ്ക്ക് നമ്മൾ മുഫ്തി എന്ന് പറയും ഫത്വ കൊടുക്കുന്ന ആളെന്ന് മാത്രമേ അർത്ഥം പറയൂ. അതല്ല ഇവിടെയുള്ള ഉദ്ദേശം. അത് തന്നെ അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരം പാണ്ഡിത്യം ഇല്ലാത്തവർക്ക് കർമ്മശാസ്ത്ര നിദാനത്തിൽ പണ്ഡിതന്മാർ പറയുന്ന പേര് ആംമിയ്, അവാമു എന്നാണ്, സാധാരണക്കാർ. അതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഈ ഭാഷയനുസരിച്ച് പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന
പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നോക്കി പറഞ്ഞു കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ അവർക്കുള്ളൂ, വിതരണത്തിന്റെ ഡ്യൂട്ടി. അല്ലാതെ അവർക്ക് ഖുർആൻ ഹദീസിൽ നിന്ന് നോക്കി നിയമം കണ്ടെത്താനുള്ള പാണ്ഡിത്യം ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ രംഗത്ത് അൽ ആലിം എന്ന പ്രയോഗം ഉണ്ടാവുകയില്ല. അതാണ് ഇമാം ഗസാലി മുസ്തസ്ഫയുടെ 628 പേജിൽ പറഞ്ഞു, ഫൽ നാസു കുല്ലുഹും അവാം, ജനങ്ങൾ മുഴുവനും സാധാരണക്കാരെന്ന് അവരെ പറ്റി പറയുന്നുണ്ട്. ഇല്ലൽ അഫ്റാദ്, ഒറ്റപ്പെട്ട ചില ആളുകൾ ഒഴിച്ച്. ഒറ്റപ്പെട്ടവരെന്ന് പറഞ്ഞത് ഇമാമിങ്ങളെ സംബന്ധിച്ചാണ്. അത് തന്നെയാണ് ഷെർവാനിയുടെ 10-ാം വാല്യം 110-ാമത്തെ പേജിൽ അബ്ദുൽ ഹമീദ് ഷെർവാനി പറഞ്ഞു, അൽ മുറാദ് ബിൽ ആമ്മി വൈറുൽ മുജ്തഹിദി. ഈ രംഗത്ത് സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ മുജ്തഹിദായ പണ്ഡിതൻ അല്ലാത്തവർ എന്നാണ് അർത്ഥം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹദീസിലും ഈ അർത്ഥപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ആലിമീങ്ങളൊക്കെ മരിച്ചു തീർന്നു ഖിയാമത്ത് നാളാവുമ്പോൾ. ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പറഞ്ഞു ആലിമീങ്ങളൊക്കെ മരിച്ചു തീർന്നു. അപ്പൊ ഇപ്പൊ ഒരുപാട് ആലിമീങ്ങളില്ലേ, ഖിയാമത്ത് നാൾ അടുത്ത് നിന്ന് വേറുള്ള തെളിവുകൊണ്ടൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ആ ആലിമീങ്ങൾ മരിച്ചു തീർന്നു പോകും എന്ന് പറഞ്ഞത് ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള യഥാർത്ഥ പരിപൂർണ ആലിമീങ്ങൾ അവരിങ്ങനെ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് മരിച്ച് അങ്ങനെ തീർന്നുപോയി. ഫലം യബ്ഖ ആലിമുൻ, പിന്നെ അങ്ങനത്തെ ഒരൊറ്റ പണ്ഡിതനും ഇല്ലാത്ത കാലം വരും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫലം യബ്ഖ ആലിമുൻ, അങ്ങനത്തെ ഒരു മുജ്തഹിദായ പണ്ഡിതനും ഇല്ലാത്ത കാലം വരും. ആ മുജ്തഹിദീങ്ങളായ ഇമാമികളൊക്കെ മരിച്ചുപോയാൽ പിഴച്ചു പോകുന്ന കക്ഷികൾ ഏത് മാർഗം സ്വീകരിക്കുക? അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇത്തഖദൻ നാസു റുഹൂസൻ ജുഹാലാ, വിവരമില്ലാത്ത ചില ആളുകളെ പിടിച്ച ഒരു നേതാക്കന്മാരാണ്. എന്നിട്ട് ആ ആളുകൾ അവർ വലിയ മൗലവിയല്ലേ, വലിയ വിവരമുള്ള ആളല്ലേ, അയാൾക്ക് ഖുർആൻ നോക്കി വിധി പറയാൻ കഴിയൂലേ, അയാൾക്ക് ഹദീസ് നോക്കി വിധി പറയാൻ കഴിയൂലേ, അയാൾക്ക് കമ്പ്യൂട്ടർ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഒരു വിവരമില്ലാത്തവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? വിവരമില്ലാത്തവരെ നേതാക്കന്മാരാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറയാൻ, ഫസുഇലു, എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കപ്പെടും, ഫഅഫ്തൗ, എന്നിട്ട് അവർ മതത്തിന്റെ നിയമം അങ്ങോട്ട് പറയും, ഫളല്ലു, ആ പറഞ്ഞ ആളുകളൊക്കെ പിഴച്ചുപോയി, ഫഅളല്ലു, അവരോട് നിയമം ചോദിച്ച് പഠിച്ച് പ്രവർത്തിച്ചവരെ അവർ പിഴപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു പറയും, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ഖുർആൻ ഹദീസിൽ നിന്ന് നിയമം കണ്ടെത്തി പറയാൻ കഴിവുള്ള പണ്ഡിതന്മാരില്ലാത്ത കാലം വരും. ആ കാലഘട്ടത്തിൽ വിവരമില്ലാത്ത കക്ഷികളെ സ്വീകരിക്കുന്നവർ, ആ ഇമാമിങ്ങളെ തള്ളുന്നവർ, അവർ പിഴച്ചു പോകുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതാണിപ്പോൾ പുത്തൻവാദികൾക്ക് സംഭവിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ അനുഭവത്തിൽ ഇങ്ങനെ കാണുകയാണ്. ചില ആളുകളുണ്ടല്ലോ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അവൻ ചോദിക്കുക, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? ആര് അറബി ഭാഷ പോലും അറിഞ്ഞൂടാത്ത ഇവരാജിന്റെ ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടായിട്ട് ഇവനെന്താ കാര്യം? ഇവന് അറബി ഭാഷ അറിയോ? ഖുർആനിന്റെ തഫ്സീർ മുഴുവൻ ഇവൻ അറിയോ? സഹാബത്ത് പറഞ്ഞ മുഴുവൻ തഫ്സീർ ഇവൻ അറിയോ? അറബി ഭാഷയുടെ വ്യാപ്തി അവൻ അറിയോ? ഒരു വാചകത്തിന് തന്നെ 10, 25, 30 അർത്ഥം ഉണ്ടാവും. അതിവനറിയോ? ഈ അറബി വാചകത്തിന്റെ അർത്ഥം അറിയാത്തവനാണ് അറബിയിലുള്ള ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക അതിന്റെ ഒരു വിവരക്കേട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാ നിരക്കും വിവരമുള്ള ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ഈ വിവരമില്ലാത്ത ഇവൻ ചോദിക്കാണ്, ഖുർആനിലുണ്ടോ? ഞാൻ കാണട്ടെ, ഞാൻ നോക്കട്ടെ. ഖുർആന്റെ ഭാഷ പോലും അറിയാത്തവനാ പറയുന്നത്, ഖുർആന്റെ തഫ്സീർ അറിയാത്തവനാ പറയുന്നത്. എന്തോ ഒരു വിവരക്കേടുന്ന ഇതിന് പറയേണ്ടത്. ഈ ഇമാമിങ്ങളെ തള്ളുന്ന ഏർപ്പാട് അത്ര വിവരക്കെട്ട ഒരാശയം ദുനിയാവിൽ വേറില്ല. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കിയത് കുറെ അഭിപ്രായ വ്യത്യാസത്തിനാ മദ്ഹബ് എന്ന് പറയാണ്ട. അല്ല, മദ്ഹബ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫത്ഹുൽ മൗലൂദി മുതഅല്ലിമികൾക്ക് അറിയാം, മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാം, മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാം, വിധികൾ, തീരുമാനങ്ങൾ, അതിനാണ് മദ്ഹബ് എന്ന് പറയും. ആരെ തീരുമാനം? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമം കണ്ടെത്തി പറയാൻ അർഹതയുള്ള ഇമാമിന്റെ തീരുമാനം, ആ തീരുമാനങ്ങൾക്കാണ് മദ്ഹബ് എന്ന് പറയും. അപ്പൊ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനും സുന്നത്തും ഇജ്മാഉം അത് മുന്നിൽ വെച്ചുകൊണ്ട് അവിടുന്ന് വളരെയേറെ പരിശ്രമിച്ച് കണ്ടെത്തി വിധിച്ച വിധികൾ, തീരുമാനങ്ങൾ, അതാണ് ഷാഫിഈ മദ്ഹബ്. അപ്പൊ 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ 4 പ്രഗത്ഭ പണ്ഡിതന്മാർ വിധിച്ച വിധികൾ, അതാണ് 4 മദ്ഹബ്. ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കല്ല മദ്ഹബ് എന്ന് പറയുന്നത്, മറിച്ച് ഇമാമിങ്ങൾ വിധിച്ച വിധികൾ. അതാണ് ജബലിൽ നിങ്ങൾക്ക് കാണാം,
ഫഖദ് സാറ ലഫ്ദുൽ മദ്ഹബി ഹഖീഖതൻ ഉർഫിയതൻ ഫിൽ അഹ്കാം. വിധികൾക്കാണ് മദ്ഹബ് എന്ന് പറയുന്നത്. വേറെ ബാജൂരിയിൽ കാണാം വൽ മുറാദു ബിൽ മദ്ഹബി ഹുനാ അൽ അഹ്കാമു അല്ലതി ദഹബ ഇലൈഹാ. മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾ വിധിച്ച വിധികൾ, അതിനാണ് മദ്ഹബ് എന്ന് പറയും. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ തെളിവ് ഇവന് തിരിയോ, ഇവന് മനസ്സിലാക്കാൻ കഴിയോ? ഞാൻ ഒരു ഉദാഹരണം പറയുന്നു. ബാപ്പക്ക് പ്രായമായ ചെലവിന് കൊടുക്കണം. എന്താ ഷാഫി ഇമാമിന്റെ തെളിവ് അറിയോ? വൽ വാലിദാത്തു യുർദീന ഔലാദഹുന്ന. ഷാഫി ഇമാം ഖുർആൻ അതിൽ പറയും. ഖുർആൻ എന്താ അല്ലാഹു പറയുന്നത്? ഉമ്മാരി ചെറിയ മക്കൾക്ക് മുല കൊടുക്കണം 2 കൊല്ലം. അങ്ങനെ 2 കൊല്ലം പൂർത്തീകരിച്ച് മുല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന. ആ കുട്ടിന്റെ ബാപ്പ ആ ഉമ്മമാരെ ഭക്ഷണം കൊടുക്കണം, അവരെ വസ്ത്രം കൊടുക്കണം, ശരിയായ നിലക്ക് ഖുർആനിലുണ്ട്. അപ്പൊ എന്താ തെളിവ്? ചെറിയ 2 വയസ്സുള്ള കുട്ടിക്ക് മുല കൊടുക്കണമെന്നും മുല കൊടുക്കുന്നവരെ ചെലവ് ഈ ബാപ്പ കൊടുക്കണമെന്നുള്ളതാ തെളിവ്. ബാപ്പാക്ക് മകൻ ചെലവ് കൊടുക്കണമെന്നതിന് തെളിവ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബാപ്പാക്ക് മകൻ ചെലവ് കൊടുക്കണമെന്നുള്ള ഈ ആയത്ത് ഓതി കൊടുത്താൽ ഈ വിവരം കെട്ട മനുഷ്യൻ എന്താ പറയാ? അതിന് ബാപ്പാക്ക് ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയാ? അതിന് കുഞ്ഞിന് കൊടുക്കണമെന്നാ പറഞ്ഞത്. പക്ഷെ ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം റളിയല്ലാഹു മനസ്സിലാക്കാണ് എന്തുകൊണ്ടാ കുട്ടിക്ക് കൊടുക്കണമെന്നല്ല പറയാൻ കാരണം. കുട്ടിക്ക് സ്വന്തം ജോലി എടുക്കാൻ കഴിയൂല, സ്വന്തം ചെലവിന് വകുപ്പില്ല. അപ്പം മുരടായ ബാപ്പ കൊടുക്കണം. എന്നാ ബാപ്പ അതുപോലെ ആയാലോ? അപ്പം കുട്ടി വലുതായിട്ടുണ്ട്, അപ്പൊ കുട്ടി കൊടുക്കണം. കുട്ടിക്ക് കഴിവിന്റെ കുട്ടി കൊടുക്കണം, മകൻ കൊടുക്കണം. അതിൽ മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കി നിയമം കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അതിന് കെൽപ്പുള്ള പണ്ഡിതന്മാർക്ക് ഏത് പറ്റുള്ളൂ. അവര് പഠിപ്പിച്ച നിയമം അത് സ്വീകരിക്കുന്നതിനാണ് മദ്ഹബ് സ്വീകരിക്കൽ എന്ന് പറയുന്നത്. അല്ലാതെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ കുറെ അഭിപ്രായ ഭിന്നതയാണ് എന്ന തെറ്റിദ്ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. ഈ പറഞ്ഞതുപോലത്തെ മഹാപാണ്ഡിത്യമില്ലാത്ത ആളുകൾ ഇസ്ലാമിന്റെ നിയമം എങ്ങനെ മനസ്സിലാക്കണം? ഇമാം ശാത്വബി റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം. ഫതാവൽ മുജ്തഹിദീന ബിന്നിസ്ബത്തി അലൽ അവാമി കല്ലദില്ലത്തി ശർഇയ്യത്തി ബിന്നിസ്ബത്തി ഇലൽ മുജ്തഹിദീൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലത്തവർക്ക് ഖുർആനും ഹദീസുമാണ് നിയമം കണ്ടെത്താനുള്ള അവരുടെ തെളിവെങ്കിൽ അവരെ പോലത്തവരല്ലാത്തവർക്ക് തെളിവ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞ വാക്കാണ് അവർക്ക് തെളിവ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നിയമം കണ്ടെത്താനുള്ള തെളിവ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിങ്ങൾ പറഞ്ഞ വാചകങ്ങളാണ് നമുക്ക് തെളിവ്. വദ്ദലീലു അലൈഹി, അതിന്റെ തെളിവെന്താണ്? അന്ന വുജൂദൽ അദില്ലതി ബിന്നിസ്ബതി ഇലൽ മുഖല്ലിദീന വഅദമഹാ സവാഉൻ ഇദാ കാനൂ ലാ യസ്തഫീദൂന മിൻഹാ ശൈഅൻ ഫലൈസ അൻ-നദറു ഫിൽ അദില്ലതി വൽ ഇസ്തിൻബാതു മിൻ ശൈഇഹിം വലാ യജൂസു ദാലിക ലഹുൽ ബത്ത. കാരണം ഇസ്ലാമിന്റെ തെളിവായ പരിശുദ്ധ ഖുർആനും ഹദീസും വിവരമില്ലാത്തവർക്ക് അതിൽ നിന്ന് നിയമം കണ്ടെത്താൻ സാധ്യമല്ലാത്തതിനാൽ, അതിൽ നിന്ന് നിയമം കണ്ടെത്താൻ അവർക്ക് കഴിയാത്തതിനാൽ അത് അവർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തുല്യമാണ്. വലാ യജൂസു ദാലിക ലഹുൽ ബത്ത, അതിൽ നിന്ന് നിയമം കണ്ടെത്തൽ അവർക്ക് അനുവദനീയമല്ല. കാരണം അവർക്കതറിയില്ല. വഖദ് ഖാല തആല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്ന് അതാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വൽ മുഖല്ലിദു ഗൈറു ആലിമിൻ, ഇമാമിങ്ങളെ സ്വീകരിക്കുന്നവൻ ഇമാമിങ്ങളെ പോലെയുള്ള പണ്ഡിതൻ അല്ല. ഫലാ യസിഹു ലഹു, അപ്പോൾ അവന് പറ്റൂല ഇല്ലാ സുആലു അഹ്ലി ദിക്രി വഇലൈഹിം മർജിഉഹു. അവൻ എന്ത് വിഷയം വരുമ്പോഴും ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കണം. ഫി അഹ്കാമിദ്ദീൻ, ദീനിന്റെ വിധികളിൽ. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുന്നു കേട്ടോളി, അൽ-ആമ്മിയു യജിബു അലൈഹിൽ ഇസ്തിഫ്താഉ വത്തിബാഉൽ ഉലമാഇ. മുജ്തഹിദുകളായ പണ്ഡിതന്മാരല്ലാത്തവർക്ക് നിർബന്ധമാണ് അതേ വിഷയങ്ങൾ മുജ്തഹിദുകളായ ഇമാമിങ്ങളിൽ നിന്ന് മനസ്സിലാക്കൽ. വത്തിബാഉൽ ഉലമായി, മുജ്തഹിദുകളായ ഇമാമിങ്ങളായ അലിമീങ്ങളെ പിന്തുടരൽ നിർബന്ധമാണ്. എന്നാൽ ഈ ഇമാമിങ്ങളെ പിന്തുടരേണ്ടതില്ലെന്നും ഓരോരുത്തരും തെളിവ് നോക്കുകയാണ് വേണ്ടതെന്നും ഇന്നത്തെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും പറയുന്ന വാദം അതാര വാദമാണ്? വഖാല ഖൗമുൻ മിനൽ ഖദരിയ്യത്തി,
അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെയും താബീയങ്ങളെയും കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു പിഴച്ച വിഭാഗമുണ്ട്, ഖദറിൽ വിശ്വാസമില്ലാത്തവർ. ആ ഖദരിയത്തിൽപ്പെട്ട ഒരു കൂട്ടർ പറഞ്ഞു, ഓരോരുത്തരും തെളിവ് മനസ്സിലാക്കണം. ഓരോരുത്തരും ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. അല്ലാതെ ഇമാമിങ്ങളെ സ്വീകരിക്കരുത്, പണ്ഡിതന്മാരെ പിന്തുടരരുത് എന്ന് പറഞ്ഞത് ഖദരിയത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളാണ്. ഖദരിയത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളാണ്. അവർ വാദിച്ചത് അങ്ങനെയാണ്. അവർക്കൊരു വാദമുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ഇമാമിനെ തുടരാവൂ. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മഅസൂമായ വ്യക്തിയെ മാത്രമേ തുടരാവൂ. ഇമാമിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മഅസൂം എന്ന് നമ്മളെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ കൊണ്ട് പറയാറില്ലല്ലോ. അവർ മഹ്ഫൂദുകൾ എന്നേ പറയാറുള്ളൂ. തെറ്റൊന്നും വരാതെ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് കൊടുക്കുന്നുണ്ട്. പക്ഷേ മഅസൂം എന്ന് അവരെ പറ്റി പറയാറില്ല. ആ മഅസൂമായവരെ മാത്രമേ തുടരാൻ പറ്റൂ. അതുകൊണ്ട് തെളിവ് സ്വന്തം തന്നെ നോക്കി മനസ്സിലാക്കണം. അതാ പണ്ഡിതന്മാരെ പിന്തുടരരുത് എന്ന് പറഞ്ഞത് ഖദരിയത്തിൽപ്പെട്ടൊരു വിഭാഗമാണ്. ഇമാം ആമുദി റളിയല്ലാഹു അൻഹു പറയുന്നു, വമനഅ മിൻ ദാലിക ബഅദു മുഅ്തസിലത്തിൽ ബഗ്ദാദിയീന വഖാലു, അവർ പറഞ്ഞു, ലാ യജൂസു ദാലിക ഇല്ലാ ബഅദ അൻ യതബയ്യന ലഹു സിഹത്തു ഇജ്തിഹാദിഹി ബിദലീലിഹി. ആ ഇമാം ഖുർആനിലും ഹദീസിലും കണ്ടെത്തിയത് ശരിയാണ് എന്ന് ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് വാദിച്ചത് മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളാണ്, ഖദരിയത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളാണ്. ആ കക്ഷികളെ പിന്തുടർന്നവരാണ് കേരളത്തിലെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും. അവരും അതേ വാദമാണ് ഉന്നയിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഈ ചോദ്യം ഇത് മുഅ്തസിലത്തിന്റെ ചോദ്യമാണ്, ഖദരിയത്തിന്റെ ചോദ്യമാണ്. ആ കക്ഷികൾ ആരാ? ഖദരിയത്ത് എന്ന് പറഞ്ഞ കക്ഷികൾ ആരാ? അള്ളാന്റെ റസൂല് പറയുന്ന മജൂസികളാണ്. അൽ ഖദരിയത്തു മജൂസു ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിലുള്ള മജൂസികളാണ്. മജൂസികൾ എന്ന് പറഞ്ഞാലോ 2 ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കക്ഷികളാണ്. 2 ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കക്ഷികളാണ് മജൂസികൾ. ആ മജൂസികൾ, അതേ മജൂസികളുടെ ഒരു കോപ്പി, ഫോട്ടോ കോപ്പിയാണ് ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരികള്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇമ്മരുദു ഫലാ തഊദൂഹും, അവർക്ക് രോഗമായാൽ നിങ്ങൾ കാണാൻ പോണ്ട. വഇമ്മാതു ഫലാ തശ്ഹദൂഹും, അവർ മരിച്ചാലും നിങ്ങൾ അങ്ങോട്ട് പോണ്ട. അവരെ കൂട്ടത്തിലുള്ളവരെടുത്ത് മറവ് ചെയ്തു കൊള്ളട്ടെ. അത്രയും ദാശം പിടിച്ചവരാണ് അവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖദറിനെ നിഷേധിക്കുന്ന, അള്ളാന്റെ തീരുമാനപ്രകാരം ഓരോ കാര്യങ്ങളും അള്ളാഹ് നടത്തുകയാണ് എന്ന ഈ വിശ്വാസത്തെ നിഷേധിക്കുന്ന ഖദരിയത്തിനെ പറ്റി പറയാണ്. ആ കക്ഷികളുടെ വാദമാണ് അള്ളയല്ല സൃഷ്ടിക്കുന്നത്, അഥവാ മനുഷ്യന്റെ പ്രവർത്തികളെ സൃഷ്ടിക്കുന്നത് അള്ളയല്ല എന്ന വാദവും അവർക്കുള്ളതാണ്. ഈ കക്ഷികളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസിൽ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹദീസ് അഹ്മദ് റളിയല്ലാഹു അൻഹു അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. മിഷ്കാത്തിലെ ഹദീസ് കാണാം. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തുജാലിസു അലൽ ഖദരി വലാ തുഫാതിഹും, ആ കക്ഷികളുടെ അടുക്കൽ നിങ്ങൾ പോയി ഇരിക്കാൻ തന്നെ പാടില്ല. വലാ തുഫാതിഹും, അവരോട് നിങ്ങൾ അങ്ങോട്ട് സലാം ചെല്ലാനും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അത്ര മോശപ്പെട്ട ഈ വിഭാഗത്തിന്റെ വാദമാണ്. അവനവൻ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് തെളിവ് ബോധ്യപ്പെട്ടാൽ ഇമാം പറഞ്ഞത് സ്വീകരിക്കുക, അല്ലേ ഇമാം പറഞ്ഞത് തള്ളണം എന്ന വാദം. അപ്പൊ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ വാദം പഴയ കാലത്തുള്ള പുളിച്ചു നാറിയൊരു വാദമാണ്. വാദം ബഗ്ദാദിലും മറ്റും ഉണ്ടായ അള്ളാന്റെ റസൂലിന്റെ നാവ് കൊണ്ട് മജൂസികൾ എന്ന് പറഞ്ഞ കമ്പനിന്റെ വാദാണ്. ഈ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ പറഞ്ഞ വിധി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ. നമ്മൾ തെളിവ് നോക്കിയിട്ട് സ്വീകരിക്കുക. തെളിവ് നോക്കാൻ ഇവർക്കറിയോ? ഒരു ഡോക്ടർ പറഞ്ഞു ഇവന്റെ രോഗം എന്നാണ്, ഇന്ന ഗുളിയാണ്. അപ്പൊ രോഗി പറയാണ്, ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ രോഗം തന്നെയാണോ, മരുന്ന് ഇത് തന്നെയാണോ. വാസ്തവത്തിൽ ഇവൻ ആ ആസ്പത്രിയിലാണോ കൊണ്ടുകൊണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മക്ക് നിയമം അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ അറിയാവുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നമ്മൾ പിന്തുടരുന്നത്, അറിയാവുന്ന അബൂ ഹനീഫയെ ചിലർ പിന്തുടരുന്നത്, അറിയുന്ന മാലിക് ഇമാമിനെ പിന്തുടരുന്നത്, അറിയുന്ന അഹ്മദ് ബിൻ റളിയല്ലാഹു പിന്തുടരുന്നത്. അങ്ങനെ നമ്മൾ പിന്തുടരുമ്പോൾ ഒരു കൂട്ടർ പറയാണെന്ത്, അവരെ പറഞ്ഞ ഞാനോ ഇതിന്റെ നിയമം ഒന്ന് ഞങ്ങളൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഏതുപോലെ മെഡിക്കൽ കോളേജിലെ വലിയൊരു പ്രൊഫസർ പരിശോധിച്ചിട്ട് രോഗം ഇന്നതാണ്, ഗുളിക എന്താണെന്ന് ഗുളിക കൊടുക്കുമ്പോ ഇത് രോഗം ഇന്നതാണ് അയാൾ വിധിച്ചു, ഇന്നതാ മരുന്ന് വേണ്ടി ഗുളികയും വിധിച്ചു. അപ്പൊ ഇവൻ പറയാണ് ഒന്ന് കൊയൽ നോക്കട്ടെ, ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ, ഞാനൊന്ന് നെഞ്ഞത്തൊന്ന് വെച്ച് നോക്കട്ടെ.
കേട്ടോ, ഞാനൊന്ന് നോക്കട്ടെ ഗുളിക എഴുതി തന്നെയാണോ വേണ്ടത്? ഇവരെ കാണും വലിയ വിവരം കെട്ടവൻ ലോകത്താരാണ്? അതായത് ഖുർആൻ ഹദീസിൽ നിന്ന് വിവരമുള്ള ഇമാമിങ്ങൾ കണ്ടെടുത്തത് ഞങ്ങളൊന്ന് ഖുർആൻ ഹദീസും പരിശോധിച്ച് നോക്കട്ടെ, എന്നിട്ട് അത് തന്നെയാണോ നിയമം നോക്കട്ടെ. ഇവരെ എവിടെയാണ് ചികിത്സിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര വൃത്തികെട്ടൊരു വാദം, മദ്ഹബിനെ തള്ളുന്ന വാദം, ഇമാമിങ്ങളെ തള്ളുന്ന വാദം കണ്ടോ നിങ്ങൾ? ഇതിൽ ഇവരെ വിചിന്തനത്തിൽ എഴുതുകയാണ്. പഠിത്ത് 2006 എന്താ എഴുതിയത്? ഏതെങ്കിലും ഒരു മദ്ഹബിനെ അന്ധമായി അനുകരിക്കരുത് എന്ന് പറയുന്നവർ അവരങ്ങനെ പറയാം, അന്ധമായി അനുകരിക്കരുത്. എന്താ ഈ അന്ധമായി എന്ന് പറഞ്ഞാൽ? കണ്ണൂടാനോ? കണ്ണൂടാതെ അംഗീകരിക്കുന്നു. ഞങ്ങളാരും ഒരു മുസ്ലിമും ഒരു മദ്ഹബിന്റെ ഇമാമിനെയും അന്ധമായി അനുകരിക്കുന്നില്ല. ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാ എന്ത് ചെയ്യുന്നത്? അനുകരിക്കുന്നത്. എന്താ തെളിവ്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ തെളിവ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ അറിഞ്ഞൂടാത്തവർ അറിയുന്നവർ പറയുമ്പോൾ സ്വീകരിക്കണം, അറിവില്ലാത്തവർ അറിവുള്ളവർ പറയുന്നത് സ്വീകരിക്കണം. അത് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. അതാണ് ഞങ്ങൾക്ക് ഇമാമിങ്ങളെ സ്വീകരിക്കാൻ തെളിവ്. അപ്പൊ ഞങ്ങൾ അന്ധമായിട്ടല്ല അനുകരിക്കുന്നത്, നിങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാമിങ്ങളെ സ്വീകരിക്കുന്നത്. അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നതിന് അവരിടുന്ന പേരാണ് അന്ധമായ അനുകരണം. ഇത് പറയാണ്, ഏതെങ്കിലും ഒരു മദ്ഹബിനെ അന്ധമായി അനുകരിക്കരുത് എന്ന് പറയുന്നവർ മഹാന്മാരായ ഈ പണ്ഡിത കേസരികളെ പൂർണ്ണമായി അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ മാനിക്കുകയും പരിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിച്ച അവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുന്നവരുമാണ്. അപ്പൊ ഇമാമിങ്ങൾ പറഞ്ഞത് ഖുർആനോട് ഹദീസിനോട് യോജിച്ചിട്ടുണ്ടോ എന്ന് ഇവരൊന്ന് നോക്കുക. എന്നിട്ട് യോജിച്ചത് എടുക്കുക, യോജിക്കാത്തത് തള്ളിക്കളയാ. അപ്പൊ ഇവരാരായി? ഷാഫി ഇമാമിനെ കാണുമ്പോൾ ഇവരുള്ള ആള്. കാരണം ഷാഫി ഇമാം പറഞ്ഞ വിധി ശരിയാണോ അല്ലേന്ന് ഇവർ ഖുർആൻ നോക്കി പരിശോധിച്ച് കണ്ടെത്തുക. അബൂ ഹനീഫ റളിയല്ലാഹു പറഞ്ഞ വിധി ശരിയാണോ അല്ലേന്ന് ഇവർ ഖുർആൻ നോക്കിയിട്ട് കണ്ടെത്തുക. എന്നിട്ട് ശരിയില്ലാന്ന് തോന്നിയാൽ തള്ളിക്കളയാ, ശരിയാണ് പിന്നെ സ്വീകരിക്കാൻ. ഈ ഇമാമിങ്ങളെ കാണുമ്പോൾ വിവരമുള്ളവരാണ്ട് ഇവര്. എന്തൊരു വിവരക്കേടാണ് പറഞ്ഞത്. പണ്ടെന്നെ ഇമാമിങ്ങളെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം അള്ളാഹു ഉമ്മത്തിനെ പഠിപ്പിച്ചില്ലേ? എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്? വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. നബിയെ, തങ്ങൾക്ക് മുമ്പ് നമ്മൾ വഹി അറിയിച്ചുകൊണ്ട് പുരുഷന്മാരെ അല്ലാതെ അയച്ചിട്ടില്ല, ഒരു പെണ്ണിനെയും നബിയാക്കി അയച്ചിട്ടില്ല. പെണ്ണുങ്ങൾ എല്ലാ രംഗത്തും കൊണ്ടുവരണമെന്ന് പറയുന്ന കമ്പനിയാണല്ലോ ഇവര്. അവർക്കൊരു കുത്തും കൂടി ഉണ്ട് ഈ ആയത്തിൽ. എന്നിട്ടല്ല പറയാണ്, ഓരൊറ്റ റസൂലിനെയും പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് അയച്ചിട്ടില്ല. തല പറയാണ്, ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുർ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുരി, തെളിവുകളെ സംബന്ധിച്ചും ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. എന്നിട്ട് അറിവുള്ളവർ പറയും പോലെ സ്വീകരിക്കൂ. വഅൻസൽനാ ഇലൈക ദിക്റ, നബിയേ, തങ്ങൾക്ക് ഖുർആൻ നമ്മൾ അവതരിപ്പിച്ചു തന്നത് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഹലാല് ഹറാമിന്റെ നിയമങ്ങൾ തങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വലഅല്ലഹും യതഫക്കറൂൻ, തങ്ങൾ അങ്ങനെ വിവരിച്ചു കൊടുത്താൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ചിന്തിച്ചുകൊണ്ട് നിയമങ്ങൾ കണ്ടെത്താനും വേണ്ടിയാണ്. അപ്പൊ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാര് ചിന്തിച്ച് കണ്ടെത്തണം. അങ്ങനെ വിവരമുള്ളവർ പറയുമ്പോ തെളിവുകളെ കുറിച്ച് വിവരമില്ലാത്ത ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുരി, ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും തെളിവുകളെ സംബന്ധിച്ചും വിവരമില്ലാത്ത നിങ്ങൾ വിവരമുള്ളവർ പറയുന്നത് സ്വീകരിക്കണം. ഈ ആയത്താണ് സഹോദരന്മാരെ മഹാന്മാരായ ഇമാമിങ്ങൾ, അതാ ഇമാമിങ്ങളെ സ്വീകരിക്കൽ നിർബന്ധമാണെന്നതിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അടിക്കടി ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ നിങ്ങൾ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ മജൂസികൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ഖദരിയാക്കളെ വാദമുണ്ടല്ലോ, ഓരോരുത്തരും ഖുർആൻ നോക്കണം, ഹദീസ് നോക്കണം, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കണം എന്ന് പറയുന്ന ആശയത്തെ സംബന്ധിച്ച് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഇവരെ വാദം അത് ഒരു സ്ഥലത്തും പറയാൻ പറ്റാത്ത വാദമാണ്, വളരെ നിരർത്ഥകമായ വാദമാണ്. ഇമാം ഗസാലി പറയാണ്, വഹാദാ ബാത്തിലും ബിമസ്ലകൈനി, രണ്ട് നിലയ്ക്ക് ഇവരെ വാദം ബാത്തിലാണ്, അത് പൊട്ടിപ്പൊളിഞ്ഞ വാദമാണ്.
അഹദുഹുമാ ഒന്നാമത്തെ തെളിവ് ഇജ്മാഉ സഹാബത്തി സഹാബത്തിനിടയിൽ തർക്കമില്ല ഫഇന്നഹും കാനൂ യുഫ്തൂനൽ അവാമ്മ വലാ യബ്റൂനഹും ബിനൈലി ദർജത്തിൽ ഇജ്തിഹാദി മഹാന്മാരായ സഹാബത്ത് അവർ ഖുർആൻ ഹദീസിൽ നിയമം കണ്ടെത്തി മറ്റുള്ളവർക്ക് മുജ്തഹിദുകളല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതങ്ങനെ തന്നെ അവർ സ്വീകരിക്കാറുമുണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ തന്നെ ഖുർആൻ ഹദീസിൽ നിയമം കണ്ടെത്തണമെന്നും ആ സ്ഥാനത്തെത്തണമെന്നും ഒരു സഹാബിയും ഒരാളോടും പറഞ്ഞിട്ടില്ല വദാലിക മാലൂമുൻ ബിൽദറൂറത്തി അത് ഇസ്ലാമിനെ കുറിച്ച് വിവരമുള്ള ഏതൊരാൾക്കും അറിയാവുന്ന സംഗതിയാണ് വത്തവാതുരു മിൻ ഉലമാഇഹിം വഅവാമിഹിം സാധാരണക്കാർക്കും അതറിയാം ആലിമീങ്ങൾക്കും അറിയാം ഒരു സഹാബിയും തന്നെ മുജ്തഹിദായ ഒരു സഹാബിയോട് ഇമാമായ ഒരു സഹാബിയോട് ഒരു നിയമം ചോദിച്ചിട്ട് ഖുർആൻ ഹദീസിൽ വ്യക്തമായി പറയാത്തൊരു നിയമം അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ഖുർആനിൽ കണ്ടെത്തണം നിങ്ങൾ തന്നെ ഹദീസിലുണ്ടോ നോക്കണം എന്ന് ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല അത് തന്നെ ഒന്നാമത്തെ തെളിവ് പിന്നെയും ബഹുമാനപ്പെട്ടവർ പറയാണ് എന്ന് മാത്രമല്ല ഓരോ മനുഷ്യനും അങ്ങനെ നിയമം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ദുനിയാവിൽ മറ്റുള്ള പണിക്കാർക്കെങ്കിലും പോകാൻ കഴിയോ എങ്കത്തുൽ ഹർസു വൻ നസ്റു ഇവിടെ ദുനിയാവെന്നെ നിലനിൽക്കോ എല്ലാവരും മുജ്തഹിദായ ഇമാമാകണോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ദുനിയാവ് പണിയെടുക്കാൻ പിന്നാരുണ്ടാകും ഇവിടെ ചോറ് വെക്കാൻ ആരുണ്ടാവും ക്യാൻറ്റീനിൽ പണിക്കാരുണ്ടാകും അതുപോലെ തന്നെ തെങ്ങ് കയറാൻ ആരുണ്ടാകും കൃഷി ചെയ്യാൻ ആരുണ്ടാവും എല്ലാവരും ഷാഫിമാർ പോലെയാണോ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെയുണ്ടോ ദീന് ഇവിടെ ദുനിയാവ് തന്നെ നിലനിൽക്കുന്നു ഇമാം ഗസാലി ചോദിക്കാണ് എന്നിട്ട് പറയാണ് അവസാനം പറയാണ് അതുകൊണ്ട് എല്ലാവരും ഖുർആനും സുന്നത്തും നോക്കി നിയമം പറയണമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന കാര്യമല്ല ലം യബ്ഖ ഇല്ലാ സുആലുൽ ഉലമാഇ അതുകൊണ്ട് മുജ്തഹിദുകളായ പണ്ഡിതന്മാരോട് ചോദിച്ച് അവർ പറയുന്നത് സ്വീകരിക്കലല്ലാതെ വേറെ നിർവാഹമില്ല അത് തന്നെ ഇമാം മാമുദി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ കക്ഷികളെ വാദം അവരവർ തെളിവ് നോക്കണം അവരവർ ഖുർആൻ നോക്കണം അവരവർ തെളിവ് നോക്കി മനസ്സിലാക്കണം എന്ന് പറയുന്ന വാദക്കാരെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാമുദി റളിയല്ലാഹു അൻഹു പറയാണ് അവരുടെ വാദം തെറ്റാണ് ഫയദുല്ലു അലൈഹിൻ നസ്സു അതിന് ഖുർആൻ തന്നെ തെളിവാണ് വൽ ഇജ്മാഉ മഹാന്മാരായ സഹാബത്തിന്റെയും മുൻഗാമികളെ ഇജ്മാഉം തെളിവാണ് വൽ മഖൂലു ബുദ്ധിയും തെളിവാണ് അമ്മൻ നസ്സു നസ്സെന്താണ് ഖുർആനിൽ എന്താ പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ നിങ്ങൾക്ക് തെളിവ് മനസ്സിലാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ കഴിവുള്ള പണ്ഡിതന്മാരെ സ്വീകരിക്കണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വഅമ്മൽ ഇജ്മാഉ ഇജ്മാഉ തെളിവാണെന്ന് പറഞ്ഞത് ഫഹുവ അന്നഹു ലം തസരിൽ അഹമ്മത്തു ഫീ സബരി സ്വഹാബത്തി വത്താബിഈന ഖബ്ല ഹുദൂസിൽ മുഖാലിഫീന യസ്തഫ്തൂന അൽ മുജ്തഹിദീന വയത്തബിഊനഹും ഫിൽ അഹ്കാമി الشرعية والعلماء منهم يبادرون إلى إجابة المجتهدين إلى إجابة سؤالهم من غير إشارة إلى ذكر الدليل ولا ينحونهم من ذلك من غير يقين فكان إجماعا على جواز اتباع العامي للمجتهد مطلقا സഹാബത്തും താബിഈങ്ങളും മുൻഗാമികളുമായ ഒരു മഹാന്മാരും ഒരു വിഷയത്തിന്റെ നിയമം ചോദിക്കുമ്പോ അതിന് തെളിവെന്താണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് തെളിവ് പറഞ്ഞു കൊടുക്കുന്ന പതിവില്ല അങ്ങനെ തെളിവ് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ തെളിവ് മനസ്സിലാക്കണം എന്ന് പറയാറില്ല ഞങ്ങൾ പറഞ്ഞ വിധി നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾ തെളിവ് നോക്കണം എന്ന് ഒരു മഹാനും മുമ്പ് വിരോധിച്ചിട്ടുമില്ല നിങ്ങൾ അങ്ങനെ സ്വീകരിക്കുമെന്ന് വിരോധിച്ചിട്ടുമില്ല ഫകാന ഇജ്മാഅൻ അലാ ജവാസി ഇത്തിബാഇൽ അമീൽ മുജ്തഹിദി മുതലഖൻ അതുകൊണ്ട് തന്നെ മുജ്തഹിദിനെ ഖുർആൻ ഹദീസിൽ വിവരം കണ്ടെത്താൻ നിയമം കണ്ടെത്താൻ അറിയുന്ന പണ്ഡിതനെ പരിപൂർണമായി അങ്ങനെയല്ലാത്ത വ്യക്തികൾ പിന്തുടരൽ നിർബന്ധമാണെന്നതിന് ഇജ്മാഅ് തെളിവാണ് ഇമാം മാമുദി റളിയല്ലാഹു അൻഹു അൽ ഇഹ്കാം ഫീ ഉസൂലിൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിന്റെ 2ാം വാല്യം 235-ാമത്തെ പേജിൽ പറയുന്നു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിലും അത് തന്നെയാണ് പറഞ്ഞത് എല്ലാ പണ്ഡിതന്മാരും ഇത് തന്നെയാണ് പറയുന്നത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് തന്നെയാണ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് അതാണ് ഇനി അതാ ഇമാം ഗസാലി മറ്റൊരു സ്ഥലത്ത് പറയുന്നു അമ്മൽ അമ്മിയു പണ്ഡിതനല്ലാത്തവൻ അഥവാ ഇമാം അല്ലാത്തവൻ മുജ്തഹിദ് അല്ലാത്തവൻ ഫൈന്നമാ ജുവിസ ലഹു തഖ്ലീദു ഗൈരിഹി അവൻ ഇമാമിങ്ങളെ സ്വീകരിക്കൽ അവന് നിർബന്ധ ജായിസാണ് എന്താ കാരണം അജ്സിയൻ തഹ്സീലിൽ ഇൽമി വല്ലന്നി ബിനഫ്സിഹി കാരണം അവന് സ്വന്തത്തിൽ വിവരം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് അവൻ പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അവൻ അത് ജായിസായത് അതേ സമയത്ത് ഒരു ഇമാമിന് വേറൊരു ഇമാമിനെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഷാഫി ഇമാം സ്വന്തം തന്നെ കണ്ടെത്തണം വൽ മുജ്തഹിദു ഗൈറു ജായിസിൻ ആജിസിൻ ഇമാമിങ്ങളാകുമ്പോൾ അവർ സ്വന്തം തന്നെ കണ്ടെത്തണം അല്ലാത്തവരവർ പറഞ്ഞത് സ്വീകരിക്കണം എല്ലാ ഇമാമിങ്ങളും ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വേറെയും കുറെ ആയത്ത് ഉദ്ധരിക്കുന്നത് ഫയതബിറു യാ ഉലിൽ അബ്സാർ ലഅലിമഹു അല്ലദീന യസ്തമിതൂനഹു മിൻഹും അഫലാ യതദബ്ബറൂന ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ
മറ്റൊരായത്ത് വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹ്കുമു ഇലല്ലാഹ് ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലിഹി. ഇങ്ങനത്തെ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയുന്നു ഫഹാദാ കുല്ലുഹു അംറുൻ ബിത്തദബ്ബുരി വൽ ഇസ്തിംബാതി വൽ ഇത്തിബാരി. ഇതൊക്കെ ഖുർആൻ ഹദീസിൽ നിയമം കണ്ടെത്തണമെന്ന കൽപ്പനയാണ്. വലൈസ ഖിതാബൻ മഅൽ അവാമി, അത് മുജ്തഹിദീങ്ങളല്ലാത്തവരോടുള്ള കൽപ്പനയല്ല. ഫലം യബ്ഖ മുഖാതബുൻ ഇല്ലൽ ഉലമാഉ, അപ്പോൾ യഥാർത്ഥ ആലിമീങ്ങളായ മുജ്തഹിദുകളോടാണ് നിങ്ങൾ ചിന്തിച്ച് നിയമം കണ്ടെത്തണമെന്ന കൽപ്പന. അതേസമയത്ത് മുഖല്ലിദ് താരിഖുൽ ലിത്തദബ്ബുരി വൽ ഇത്തിബാരി വൽ ഇസ്തിംബാത്, അതേ സമയത്ത് ആ ഇമാമിങ്ങളെ സ്വീകരിക്കേണ്ട ആളുകൾ ഇജ്തിഹാദിന് കഴിവില്ലാത്തവർ, അവരെ ചിന്തിച്ച് നിയമം കണ്ടെത്തേണ്ടവരല്ല. ഇമാമിങ്ങൾ കണ്ടെത്തിയ നിയമം അങ്ങനെ തന്നെ പകർത്തേണ്ടവരാണ്. വയജിബു അലൽ ആമ്മി ഇത്തിബാഉൽ മുഫ്തി, അത്തരം മുജ്തഹിദീങ്ങളെ മുഫ്തികളെ പിന്തുടരൽ അതാ അങ്ങനെയല്ലാത്തവർക്ക് നിർബന്ധമാണ്. ഇതല്ല ഇജ്മാഉ ലാ ഫർദൽ അവാമി ഇത്തിബാഉ ദാലിക, അതിന്റെ ശരിയും തെറ്റും നീ നോക്കണ്ട, കാരണം നിനക്കത് അറിയില്ല. അതുകൊണ്ട് ആ ഇമാമിങ്ങൾ പറഞ്ഞു അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതാണ്. കദബൽ മുഫ്തിയ സദഖ, ആ ഇമാമിങ്ങൾ പറഞ്ഞത് നേരോ ശരിയോ ചിന്തിക്കാനും അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് നീ അതിന് പോകണ്ട, നീ ശരിക്ക് അവർ പറയുന്നത് സ്വീകരിച്ചോ. ഫനഖൂലു, നമ്മൾ പറയാണ് വസാലിമ പറയുന്ന അൽ മുഫ്തി വസാഹിദു ലസിമ ബിഹുജ്ജത്തിൽ ഇജ്മാഇ ഫഹുവ ഖബൂലു ഖൗലിൻ ബിഹുജ്ജത്തിൻ ഫലം യകുൻ തഖ്ലീദൻ. അതുകൊണ്ട് ആ മുജ്തഹിദുകളായ ഇമാമിങ്ങളെ സ്വീകരിക്കൽ അന്ധമായ അനുകരണമല്ല. തഖ്ലീദിന് അങ്ങനെയും ഒരർത്ഥമുണ്ട്. ആ അർത്ഥപ്രകാരമുള്ള അന്ധമായ അനുകരണമല്ല. കാരണം ഖുർആനിന്റെയും ഇജ്മാഇന്റെയും അടിസ്ഥാനത്തിലാണ് വിവരമുള്ള പണ്ഡിതന്മാരെ നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അന്ധമായ അനുകരണമല്ല. അന്ധമായ അനുകരണം എന്ന് പറഞ്ഞാൽ ഖബൂലു ഖൗലിൻ ബിലാ ഹുജ്ജത്തിൻ, ഒരു തെളിവില്ലാതെ ഏതോ ഒരുത്തന്റെ വാക്ക് സ്വീകരിക്കലാണ്. ഏതുപോലെ മൗലവിമാരെ അനുയായികൾ സ്വീകരിക്കും പോലെ. മൗലവിനെ സ്വീകരിക്കണമെന്ന് ഒരു തെളിവില്ല, എന്നിട്ട് അനുയായികൾ മൗലവി പറയുന്ന ഒക്കെ വിടുന്ന, അതാണ് അന്ധമായ അനുകരണം. എന്ന് പറയാൻ ഷാഫിമാവിനെ പോലത്തെ മുജ്തഹിദീങ്ങളെ സ്വീകരിക്കണമെന്നുള്ളതിന് ഖുർആനും ഹദീസും തെളിവാണ്. അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കൽ ഇമാമിങ്ങളെയാണ്, മദ്ഹബിനെയാണ്. തെളിവില്ലാതെ അന്ധമായ അനുകരണം വിവരമില്ലാത്ത മൗലവിമാരെ സ്വീകരിക്കലാണ്. ഇതാണ് മുസ്തസ്ഫയിൽ വിശദീകരിക്കുന്നത്. സഹോദരന്മാരെ, അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നു, മഹാന്മാരായ ഇമാമിങ്ങളെ പിന്തുടരൽ നിർബന്ധമാണ്. അത് എല്ലാ പണ്ഡിതന്മാരും ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനെതിരായി പറഞ്ഞവർ ഈ ഉമ്മത്തിലെ മജൂസികളാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാണ് നമ്മുടെ ഉമർ മൗലവി, ആ മൗലവി സ്വീകരിച്ച നയം. അയാൾ പറഞ്ഞ മദ്ഹബ് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇമാമിങ്ങൾ പറഞ്ഞ വിധികളാണ്, അത് സ്വീകരിക്കുന്ന മുസീബത്താണ്. അയാൾ പറഞ്ഞു അൽ ഖദരിയ്യത്ത് മജൂസു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജൂസിയാണെന്ന് പറഞ്ഞ ആ കമ്പനിയെ വിശ്വസിച്ച് അവര് പറഞ്ഞ ആശയം പ്രചരിപ്പിക്കുകയാണ് ഇവിടെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാർ. ഇത് മുസ്ലിം സമുദായം വളരെ നന്നായി മനസ്സിലാക്കണം. ഇനി ഇമാമിങ്ങൾ പറയുന്ന വിധികൾക്കാണ്, തീരുമാനങ്ങൾക്കാണ് ഈ മദ്ഹബ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇനി വിശ്വസിക്കാണ്ടായി പോണ്ട, അതിന് ഞാൻ മുജാഹിദിന്റെ പത്രത്തിൽ നിന്നൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. അവരെന്നെയോ സംഭവിച്ചിട്ടുണ്ട്. ഇമാമി വലിയ വിവരമുള്ള പണ്ഡിതന്മാര് ഖുർആൻ ഹദീസ് നോക്കി പറയുന്ന വിധികൾക്കാണ് മദ്ഹബ് എന്ന് പറയാൻ. അത് എന്തല്ല, അവർ അഭിപ്രായ വ്യത്യാസമല്ല, കേട്ടോളി. സാങ്കേതികമായി മദ്ഹബ് എന്ന് പറയുമ്പോൾ മുജ്തഹിദുകളായ ഇമാമിങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെയും ഇതര ഇസ്ലാമിക പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ഇജ്തിഹാദ് നടത്തി എത്തിച്ചേർന്ന നിഗമനങ്ങളാണെന്ന് പറയാം. മദ്ഹബുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി പറഞ്ഞ വിധികളിൽ ഇജ്തിഹാദിന്റെയോ മദ്ഹബിന്റെയോ ആവശ്യമില്ല. ശരിയാണ്, നമ്മൾ നേരത്തെ 5 നിസ്കാരം ഉണ്ടെന്നുള്ളതിന് മദ്ഹബിന്റെ ആവശ്യമില്ലല്ലോ. റമദാൻ മാസത്തിൽ നോമ്പുള്ളതിന് മദ്ഹബിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ശേഷം അവർ പറഞ്ഞിട്ടുള്ളൂ, അതെല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. അതേസമയം ഖുർആനിലോ സുന്നത്തിലോ ഖണ്ഡിതമായി നിയമമില്ലെങ്കിൽ അവിടെയാണ് ഇജ്തിഹാദ് ആവശ്യമായി വരുന്നത്. ഈ ഇജ്തിഹാദിൽ നിന്നും മുജ്തഹിദ് കണ്ടെത്തിയ നിഗമനങ്ങളാണ് മദ്ഹബുകളായി അറിയപ്പെടുന്നത്. അപ്പൊ മുജ്തഹിദ് കണ്ടെത്തിയ നിഗമനം എന്ന് പറഞ്ഞാൽ അതിന് 2 നിലക്ക് അർത്ഥമുള്ള വാചകം. അവര് തട്ടിപ്പിന് വേണ്ടി പറഞ്ഞൊരു വാചകമാണ്. നിഗമനം എന്നതിന് തീരുമാനം എന്ന് അർത്ഥമുണ്ട്. ശബ്ദധാരാവലി നോക്കിയാൽ മതി. അപ്പൊ ഇമാമിങ്ങൾ പറഞ്ഞ തീരുമാനങ്ങൾ, അഹ്കാം, വിധികൾ, തീരുമാനങ്ങൾ, അതാണ് മദ്ഹബ്. അത് അവരും പറഞ്ഞിട്ടുണ്ട്. അവരെ സബാബ് വിചിന്തനം 2006 ഫെബ്രുവരി 10. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ അവരും പറഞ്ഞത്. ഞാൻ പറയാൻ കാരണം അവരും ഇത് സമ്മതിച്ചിട്ടുണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന് പറയാനാണ്. അതങ്ങനെയാണല്ലോ, ഈ എപ്പോ നോക്കിയാലും ബാത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് സംഭവിച്ചു, ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഇവിടെ ഉള്ളതുപോലെ സംഭവിച്ചു പോയിട്ടുണ്ട്.
അപ്പൊ ഇമാമുകൾ പറയുന്ന വിധികൾ, ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വിധികൾ, അതാണ് മദ്ഹബ്. ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിവരമുള്ള പണ്ഡിതന്മാർ പറഞ്ഞ വിധി സ്വീകരിക്കണം എന്നുള്ളതിന് പിന്നെ തെളിവ് പറയണോ? പിന്നെ ആര് പറഞ്ഞാ സ്വീകരിക്കേണ്ടത്? വിവരമുള്ളവരൊന്നും പറഞ്ഞ് സ്വീകരിക്കണ്ട, ജാഹിലായ ആള് പറഞ്ഞ് സ്വീകരിക്കണോന്നാ? അതിനല്ലേ അതിന് വിവരക്കേട് എന്നല്ല പറയണ്ടത്, അതിന് വേറെ രോഗം എന്നാ പറയേണ്ടത്. എന്നാ സഹോദരന്മാരെ, ഈ ഇമാമിങ്ങളെക്കാൾ വിവരമുള്ള ആരെങ്കിലും ഇവർക്ക് ശേഷം ഇവിടെ വന്നിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാണ്ടായിപ്പോണ്ട. ഇവർ ഏറ്റവും ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ റഫഉൽ മലാം അൻ അയിമ്മത്തിൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നിങ്ങൾക്ക് കാണാം. അദ്ദേഹം പറയാണ്, മുജ്തഹിദുകളായ ഇമാമിങ്ങളെ സംബന്ധിച്ച് ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വന്നത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ശേഷമാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ, ബലില്ലദീന കാനൂ ഖബ്ല ജമ്മി ഹാദിഹി ദവാവീനി, ഈ ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഈ ഗ്രന്ഥങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നതിന്, സമാഹരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ അഅലമ ബിസുന്നതി മിനൽ മുതഅഖിരീന ബികസീരിൻ, പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെക്കാൾ എത്രയോ വിവരമുള്ളവർ അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഇമാമിങ്ങളാണ്. ലിഅന്ന കസീറൻ മിമ്മാ ബലഗഹും, എന്തുകൊണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾക്ക് കിട്ടിയ പലതും വസഹ ഇൻദഹും, അവരടുക്കൽ സഹീഹായി വന്ന പലതും ഖദ് ലാ യബ്ലൂന ഇല്ലാ മജ്ഹൂലിൻ ഔ ബിസ്നാദിൻ മുൻഖതീൻ, അത് നമുക്ക് കിട്ടുമ്പോ അതിന്റെ പരമ്പരയിൽപ്പെട്ട ആള് ചരിത്രം അറിയപ്പെടാത്തവരോ അല്ലെങ്കിൽ അതിന്റെ സനദ്, അതിന്റെ പരമ്പര മുറിഞ്ഞു പോയതോ ആകാം. ഔ ലാ യബ്ലൂന ബിൽ കുല്ലിയ, അല്ലെങ്കിൽ ഷാഫി ഇമാമിനെ പോലത്തെ ഇമാമിങ്ങൾക്ക് കിട്ടിയ വിവരം നമുക്ക് തീരെ കിട്ടിയില്ലെന്നും വരാം. ഫക്കാനത്തു ദവാബീനുഹും സുദൂറഹും അല്ലതി തഹവി അളാഫ മാ ഫീ ഹാദിഹി ദവാബീനി, അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിവരങ്ങളുടെ എത്രയോ ഇരട്ടി ഇരട്ടി കൂടുതൽ വിവരം ശേഖരിച്ചതായിരുന്നു ആ ഇമാമുകളുടെ ഹൃദയങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് വിവരമുള്ള ഒരാൾക്കും ഇതിന് സംശയം ഉണ്ടാവൂല. ഇബ്നു തൈമിയ പറയാണ്, റഫഉൽ മലാം 58-ാമത്തെ പേജിൽ പറയാണ്. അപ്പൊ ഈ ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ കിതാബ് നോക്കിയിട്ട് മൗലൈമാര് നിയമം പറയാൻ ഒരുങ്ങിയാൽ, സഹോദരന്മാരെ, ആ കിതാബുകൾ രചിക്കപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾക്ക് കിട്ടിയ പലതും പിൽക്കാലത്ത് കിട്ടിയിട്ടില്ലെന്നാണ് ഇബ്നു തൈമിയ തന്നെ പറയുന്നത്. പിന്നിങ്ങനെ ആ ഇമാമിങ്ങളെ മറികടന്ന് നമ്മൾ നിയമം പറയും? അവർക്ക് കിട്ടിയ വിവരം കിട്ടിയിട്ടില്ല എന്ന് ഇബ്നു തൈമിയ തന്നെ പറയുന്നു. അവർക്ക് കിട്ടിയത് സഹിയായി, അവർക്ക് കിട്ടിയത് പലതും ഞമ്മക്ക് കിട്ടുമ്പോൾ ലൈഫായിരിക്കും അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുബീസ്കാത്ത് ഖുനൂത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മൗലവി പറയാൻ ഖുനൂത്ത് എന്താ ഖുനൂത്തിന്റെ ഹദീസ് സഹിയല്ല, ലൈഫാണ്. എവിടെയോ ലൈഫാണ്? അത് ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിന് തെളിവ്, അല്ലെ ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിന് തെളിവ്, അത് ലൈഫാണ്. ഇത്ര വിവരക്കേട്. കാരണം ബൈഹഖി ഇമാമും ഹാക്കിം ഇമാമൊക്കെ ഷാഫി ഇമാമിനുള്ള വഫാത്തായിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ്. ആ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ ഷാഫി ഇമാമിന്റെ തെളിവ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഖുനൂത്ത് സുന്നത്താണെന്നതിന് സഹിഹായ പരമ്പര കൊണ്ട് സഹാബത്ത് ഖുനൂത്ത് ഓതി, സഹാബത്തിൽ താബിഈങ്ങൾ ഖുനൂത്ത് ഓതി, അവരെ കണ്ടിട്ട് ആ താബിഈങ്ങൾ ഖുനൂത്ത് ഓതിയതിനു ശേഷമുള്ളവർ കണ്ട്, അങ്ങനെ മക്കയിൽ എത്രയോ കാലം മക്കയിൽ ജീവിച്ചിട്ട് 7-ാമത്തെ വയസ്സിൽ ഖുർആനും മനഃപാഠമാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് പിന്നെയും പഠിക്കാൻ വേണ്ടി മദീനത്തേക്ക് ദർസിൽ പോയ ആളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പൊ മക്കയിലും മദീനയിലുള്ള താബിഈങ്ങളും താബിഈങ്ങളും സഹാബത്ത് സുബീൽ ഖുനൂത്ത് ഓതുന്നത് കണ്ടിട്ട് ഓതുന്നത് നേരിൽ കണ്ട ആളാ ഷാഫി ഇമാം. ആ ഷാഫി ഇമാമിന് ഷാഫി ഇമാം വഫാത്തായിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ജനിച്ച ബൈഹഖി ഇമാമിന്റെ ഹദീസാ ഷാഫി ഇമാമിന്റെ തെളിവ്. അപ്പൊ ഇയാൾക്കത് അറിയില്ല. ഷാഫി ഇമാം ഇയാൾ മനസ്സിലാക്കി ഏതോ ഒരു കിതാബില് ശറഹുൽ മുഹദ്ദബിലോ അല്ലെങ്കിൽ മഹല്ലിയിലോ മറ്റോ ചിലപ്പം പറയും ഖുനൂത്ത് സുന്നത്താണ്. എന്താ കാരണം? ലി ഹദീസൻ റവാഹുൽ ബൈഹഖിയു, ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിന് വേണ്ടി. ഇയാൾ വിചാരിച്ച് ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കണ്ടിട്ടാ ഷാഫി ഇമാം സുന്നത്താണെന്ന് പറഞ്ഞതാ. ബൈഹഖി ഇമാം ജനിക്കുന്നത് തന്നെ ഷാഫി ഇമാം വഫാത്തായിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പൊ അപ്പറഞ്ഞതിനർത്ഥം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സുന്നത്താണെന്ന് വിധിച്ചിട്ടുണ്ട്. നമുക്കതിന് ഇങ്ങനെ ഒരു ഹദീസ് ഇവിടെ കാണാനുണ്ട്. ഇതാ അല്ല, ഷാഫി ഇമാം വിധിച്ചത് ബൈഹഖി ഇമാമിന്റെ ഹദീസ് നോക്കിയിട്ടാണ് എന്നല്ല. അതൊക്കെ ഉസ്താദുമാരെന്ന് കിതാബ് ഓതി പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ജമുൽ ജവാമിയൊക്കെ ഉസ്താദുമാരെന്ന് കിതാബ് ഓതി പഠിക്കണം. 4 ബുക്കും വായിച്ചിട്ട് മതം പറയാന്ന് പറഞ്ഞാൽ മതം മനസ്സിലാവോ? കിതാബ് മനസ്സിലാവോ? അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ആ ഇമാമിങ്ങൾക്ക് കിട്ടിയ പോലത്തെ വിവരം വേറെ ആർക്കും കിട്ടിയിട്ടില്ല.
ഇത് അംഗീകരിച്ചേ പറ്റൂ. ഇബ്നു തൈമിയ വരെ പറഞ്ഞതാണ്. ഇബ്നു തൈമിയനെക്കാളും ഇവരുള്ള മറ്റൊരാളില്ലാതെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖമെന്ന മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ബുക്കിലും പറഞ്ഞതാണ്. തെളിവില്ലാണ്ടായി പോണ്ട. ഇബ്നു തൈമിയ പറഞ്ഞത് തെളിവാണ് എന്നുള്ളത് അത് വിചിന്തനത്തിൽ പറഞ്ഞ ഇബ്നു തൈമിയയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ് എന്നാ. അപ്പൊ ഖുർആൻ പോലത്തെ വചന ഇബ്നു തൈമിയന്റെ വചനോ ആർക്കും മുജാഹിദിയെ കാണാൻ നമുക്കല്ല. ഇബ്നു തൈമിയ പൗരോഹിത്യാണ്. ആ പൗരോഹിത്യം പറയുന്ന മുജാഹിദ് അവരോട് നമ്മൾ പറയാണ് ഇബ്നു തൈമിയ പറഞ്ഞതാണിത്. ഷാഫിമാൻ പോലത്തെ ഇമാമിക്ക് സഹിയായി കിട്ടിയത് ഞമ്മക്ക് വല്ലതും സഹിയായിട്ട് കിട്ടൂല, ചിലപ്പോൾ തീരെയും കിട്ടൂല. അതുകൊണ്ട് ഇമാമിങ്ങളെ തള്ളാൻ വകുപ്പില്ല, മദ്ഹബ് തള്ളാൻ വകുപ്പില്ല. അതുകൊണ്ടാ പണ്ഡിതന്മാര് പറഞ്ഞത് അംറു അവാമിൻ നാസി, മുജ്തഹിദുകളല്ലാത്ത കക്ഷികളോട് കൽപ്പിക്കൽ ബിത്തിബായിൽ കിതാബി വസുന്നതി, നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കണം, പിന്തുടരണമെന്ന് പറയൽ. കലിമത്തു ഹഖിൻ ഉരീദ ബിഹാ ബാത്തിലുൻ, പറയുന്ന വാചകം ശരിയാട്ടോ, ഖുർആനും സുന്നത്തും അനുസരിച്ച് തന്നെയല്ലേ ജീവിക്കേണ്ടത്. പക്ഷേ അതുകൊണ്ടൊരു നിരർത്ഥകമായ ആശയം ഉദ്ദേശിച്ച് പറയാണത്. പറഞ്ഞ വാചകം ശരിയാ, ഖുർആനും സുന്നത്തും അനുസരിച്ച് തന്നെ ജീവിക്കേണ്ടത്. പക്ഷെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കൽ എങ്ങനെയാ? ഖുർആനും സുന്നത്തും അറിയുന്ന മഹാന്മാര് പറയുന്നത് പോലെ ജീവിച്ചാലേ ഖുർആനും സുന്നത്തും അനുസരിച്ചാവുള്ളൂ. അതറിയുന്നവരാ മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അവര് പറയുമ്പോൾ അവര് പറഞ്ഞ വിധി സ്വീകരിക്കുമ്പോഴേ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കലാവൂ. അല്ലെങ്കിലോ ഖുർആനും ഹദീസിനും എതിരായി മൗലവി പറഞ്ഞത് സ്വീകരിക്കുന്നവരാകും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പണ്ഡിതന്മാര് പറയാണ്, ഇത് മുറാദുഹു തർക്കുൽ മദാഹിബിൽ മുത്തബഅത്തി, ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്ന് പറയുന്ന കക്ഷികളുടെ ഉദ്ദേശം അത് മദ്ഹബ് പിന്തുടരരുത് എന്ന് വരുത്തി തീർക്കലാണ്. വാഖുദുൽ അഹ്കാമി മിനൽ കിതാബി വസുന്നത്തി ബിലാ വാസിതത്തിൻ, ഇമാമിങ്ങളെ ഇമാമിങ്ങളില്ലാതെ സ്വന്തം തന്നെ നിയമം കണ്ടെത്തണം എന്ന വാദമാണ്. വഹാദാ വലാലുൻ, ഇത് വഴികേടാണ്, പിഴവാണ്, ഇത് പിഴവാണ്. വല്ലംറു ബിഹി അദല്ലു ദലീലിൻ അലൽ ജഹ്ലി, അങ്ങനെ പറയുന്നത് അങ്ങേയറ്റത്തെ വിവരക്കേടിന്റെ തെളിവാണ്. ഇതിന് മിനൽ മാലൂമി, എന്തുകൊണ്ട് അറിയപ്പെട്ട കാര്യമാണ്, ലിക്കുല്ലി അഹദിൻ, ഏതൊരാൾക്കും അറിയാം, അന്നൻ നുസൂസ മിന്നൽ മൻസൂഹു വമിന്നൽ മർദൂദു, അതേ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ അതിൽ ചിലത് ഇപ്പോൾ നിയമം ബാധകമല്ലാത്തതുണ്ടാകും. ഇപ്പൊ ഉദാഹരണം പറയാ, ഇപ്പൊ നിയമം ബാധകമല്ലാത്തത് ഹദീസിന്റെ കിതാബ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. എന്ത്, ഒരു ഹദീസിൽ അള്ളാന്റെ റസൂലിനോട് ആൾ ചോദിച്ചു, എന്ത് ലിംഗം തൊട്ടാ ഒന്നുമുറിയോന്ന് ചോദിച്ചു. ലിംഗം തൊട്ടാ ഒന്നുമുറിയോന്ന് ചോദിച്ചു. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അത് കിതാത്തും എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ, നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ, തൊട്ടാ ഒന്നുമുറിയില്ലായിരുന്നു. ഹദീസിൽ ഇപ്പോൾ ഉണ്ട്, ഹദീസിന്റെ കിതാബിലുണ്ട്. നാ മുറിയൂലേ? മുറിയൂ. അങ്ങനെ അത് ആദ്യകാലത്ത് പറഞ്ഞതാ. പിന്നൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മ സഫർദഹു ഫല്യതവല്ലഹ്, ഗുഹ്യസ്ഥാനം തൊട്ടവൻ ഒതുകൊടുക്കണം പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ ഹദീസാണത്. അപ്പൊ ആദ്യം പറഞ്ഞോ പിന്നെ പറഞ്ഞോ മനസ്സിലാണ്ടേ? നമ്മൾ ഖുർആൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മൗലവി അയാൾക്ക് ഇഷ്ടമുള്ള എടുത്ത് ഉദ്ധരിച്ചിട്ട് നമ്മളെ പറ്റിക്കാൻ നടന്നാൽ, അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാര് പറഞ്ഞ വിധി അത് തന്നെ അംഗീകരിക്കണം. മൗലവിമാര് മുൻഗാമികളായ ഇമാമികളെ തള്ളണമെന്ന് പറഞ്ഞത് എന്തിനാ? അത് പറഞ്ഞത് അവർക്ക് അവരെ ഇഷ്ടത്തിന് മതം ഭേദഗതി ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് നിങ്ങൾക്ക് കാണാം, ഫതുഹുൽ അരിയിൽ മാലിക്കി എന്ന കിതാബിൽ പറയാണ്, 1-ാം വാല്യം 96-ാമത്തെ പേജ് പറയാണ്. അതുപോലെ അതാ അന്നൻ നുസൂസ മിനൽ മൻസൂഹു വമിനൽ മർദൂദു, ചിലത് അത് തള്ളപ്പെട്ടതായിരിക്കും, ഹദീസിന്റെ തള്ളപ്പെട്ടായിരിക്കും. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞതിൽ വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ടാവില്ല. ഏതോ ആളുകൾ റിപ്പോർട്ട് ചെയ്യും, റിപ്പോർട്ട് ചെയ്ത ആൾക്ക് ഉടവുണ്ടാവും. ചിലത് അതിനെക്കാളും പ്രബലമായ വേറൊരു തെളിവ് കിട്ടിയതുണ്ടാവും. പിന്നെയോ ഇഖ്തദാലിക്കരുന്ന് വലായുഹഖിഖുദാലിക, അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂല. ഇല്ലൽ അയിമ്മത്തുൽ മുജ്തഹിദൂൻ, അത് മുജ്തഹിദികളായ ഇമാമുകൾക്ക് മാത്രമേ വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയൂ. വഅഅ്ളമു മാ ഹുജിറ മിൻ മദാഹിബിൽ മുജ്തഹിദീന, മുജ്തഹിദുകളായ ഇമാമുകളുടെ തീരുമാനങ്ങൾ അത് ക്രോഡീകരിക്കപ്പെട്ടതിൽ ഏറ്റവും സമഗ്രമായി ക്രോഡീകരിക്കപ്പെട്ടത് മദാഹിബുൽ അയിമ്മത്തുൽ അർബഅത്തിൽ മുത്തബഈൻ, തുടരപ്പെടുന്ന 4 മദ്ഹബിന്റെ ഇമാമുകളുടെ വിധികളാണ്, തീരുമാനങ്ങളാണ്. ലികസ്റത്തിൽ മുഹഖഖീന ഫീഹാ, അത് വ്യക്തമായി രേഖപ്പെടുന്ന ധാരാളം ശിഷ്യ പരമ്പരയോടുകൂടെ അതിവിടെ കിട്ടിയിട്ടുണ്ട്. അത് വളരെ വിശാലമായി വിവരമുള്ള മഹാപണ്ഡിതന്മാരെ ക്രോഡീകരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ 4 മദ്ഹബിനെ സ്വീകരിക്കുന്നതിൽ പുറത്തുപോകൽ വലാലുൻ, അത് വഴികേടാണ്. വല്ലംറുബിഹി ജഹ്ലുൻ വഇസ്യാനുൻ, സ്വീകരിക്കരുതെന്ന് പറയുന്ന വിവരക്കേടാണ്, കടുത്ത തെറ്റാണ്. ഫതുഹുൽ അലിയിൽ മാലിക്കി എന്ന മാലിക്കി മദ്ഹബിലെ ഗ്രന്ഥം
അതിന്റെ 1-ാം വാല്യം 96-ാമത്തെ പേജിൽ കാണാം. എല്ലാ പണ്ഡിതന്മാരും ഇത് വ്യക്തമായി പറഞ്ഞത് കാണാം. സഹോദരന്മാരെ, അപ്പൊ തഖ്ലീദ് എന്നും സ്വീകരിക്കുകയെന്നും ഇത്തിബാ എന്നും 3 നിലക്കും ഇത് പണ്ഡിതന്മാര് അതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ഒരു മഹാനായ പണ്ഡിതൻ ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഈ തഖ്ലീദിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിബാഉൽ ജാഹിലിൽ ആലിമ ലിഇൽമിഹി, വിവരമുള്ളവന്റെ വിവരത്തിന് വേണ്ടി വിവരമില്ലാത്തവൻ വിവരമുള്ളവനെ പിന്തുടരുക. അതിനാണ് തഖ്ലീദ് എന്ന് പറയുന്നത് എന്നാണ് ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജുൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതിന് അഖ്ദുൽ ഖൗൽ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജമ്മുൽ ജവാമിയിൽ പറഞ്ഞത്. അഖ്ദു മറ്റൊരാളുടെ മറ്റൊരു പണ്ഡിതന്റെ വാക്ക് സ്വീകരിക്കുക എന്നാണ് അതിന് പറഞ്ഞത്. തഖ്ലീദ് എന്ന് സ്വീകരിക്കുക. എങ്ങനെ സ്വീകരിക്കുക? മൂപ്പരെന്തും തെളിവ് പറഞ്ഞു എന്ന് നമുക്കറിയാം. ആ മഹാനെ സ്വീകരിക്കണം എന്നതിന് തെളിവുണ്ട്. പക്ഷെ ആ മഹാൻ എന്ത് തെളിവ് പറഞ്ഞു തെളിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് അവർ പറഞ്ഞത് ആ പണ്ഡിതൻ മഹാപണ്ഡിതനാണ്, യോഗ്യനാണെന്ന നിലക്ക് സ്വീകരിക്കുക. അതിനാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. അത് നിർബന്ധമാണ്. അതെന്താണ് ഈ 4 എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതെന്താ 4? അതിപ്പോ എല്ലാവർക്കും അതിനുള്ള യോഗ്യത ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടാവൂല. അതിന്റെ സഹാബത്തിനൂടെ തന്നെ എല്ലാവർക്കും ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദ്വാരം തൊട്ടു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, ഖുർആനിൽ പ്രത്യേക വിവരം കൊടുക്കണോ. അറബിയിലല്ലേ ഗ്രന്ഥം, ഖുർആൻ അറബിയിലല്ലേ, സഹാബികളൊക്കെ അറബികളല്ലേ. പക്ഷെ എല്ലാവർക്കും തിരിയൂല. സഹാബികൾക്ക് തന്നെ എല്ലാവർക്കും തിരിയുന്നില്ല. അല്ലിംഹുൽ കിതാബ്, കിതാബിനെ നീ അള്ളാഹുവെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന് കുറേ നിയമം മനസ്സിലാകും. ഇതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഒന്ന് ചോദിച്ചു, നിങ്ങളെടുത്ത് വല്ല കിതാബുണ്ടോ? അങ്ങനെ ഈ കള്ളത്തരിക്കത്താർക്ക് ഒരു വാദമുണ്ട്. അലി ഇബ്നു അബീ താലിബിന്റെ അടുത്ത് ഒരു പ്രത്യേക കിതാബുണ്ട്, അത് ഞങ്ങളെ ശൈഖന്മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ വാദക്കാരുടെ വാദം കുറെ മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സിയാക്കൾ എന്ന് പറഞ്ഞതാണ് ആ വാദം. ആ വാദം ഉന്നയിക്കുന്നതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ താലിബിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെടുത്ത് പ്രത്യേക എന്തും കിതാബുണ്ടോ? അല്ലെന്തൊക്കും കിതാബുൻ. അലി റളിയല്ലാഹുവിന്റെ ജീവിതകാലത്ത് തന്നെ അലി റളിയല്ലാഹു പർച്ചോനാ നേരെ വായിച്ച കക്ഷികളുണ്ടായിരുന്നു. എന്നിട്ട് അലി റളിയല്ലാഹു പറഞ്ഞു അങ്ങനെ വാദിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറയുന്ന കളവ, നിങ്ങൾ പർച്ചോൻ തന്നെയാണ്, നിങ്ങൾ ദൈവം തന്നെയാണ്. എന്താ ചെയ്യാ, അള്ള പേപ്പിച്ചാ പിന്നെ വല്ല വകുപ്പുണ്ടോ? അപ്പൊ നിങ്ങൾ ദൈവം തന്നെയാണ്. അലി റളിയല്ലാഹു അങ്ങനെ പറഞ്ഞാൽ തീയിലിട്ടാലും നിങ്ങൾ ദൈവം തന്നെയാണ്. അലി റളിയല്ലാഹു തീ കൊണ്ടുപോയിട്ട് പൊള്ളിച്ചപ്പോ ഇവർ പറഞ്ഞു നിങ്ങൾ ദൈവാന്ന് ഞങ്ങൾക്ക് ഒന്നും കൂടി ഉറച്ചെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. ഒരു ഹദീസിലുണ്ട്, ലാ യുഅദ്ദിബു ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ, നരക തീരെ പറിച്ച റബ്ബെ തീ കൊണ്ട് ശിക്ഷിക്കുള്ളൂ എന്ന് ഹദീസിലുണ്ട്. അവിടെ നിങ്ങൾ തന്നെയാണ് അതെന്ന് മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. അപ്പോ പിഴച്ചു പോയാൽ അങ്ങനെയാണ്. എന്ത് തെളിവ് കാണിച്ചു കൊടുത്താലും തീ പൊള്ളിച്ചാലും മാറാൻ വലിയ പണി. അള്ളാഹു നന്നാക്കട്ടെ. എന്നാൽ ഈ പേച്ച കക്ഷികൾ അങ്ങനെ അലി ഇബ്നു അബീ താലിബിന് പ്രത്യേക ഒരു കിതാബുണ്ട് എന്ന് വായിച്ച മൂപ്പരോട് തന്നെ അലി റളിയല്ലാഹു തന്നെ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കിതാബുണ്ടോ? ഖാലല, എന്റെ അങ്ങനെ കിതാബൊന്നുമില്ല. ഇല്ല കിതാബുല്ലാഹി, അള്ളാന്റെ കിതാബായ ഖുർആൻ അല്ലാതെ വേറെ കിതാബൊന്നും എന്റെ അടുത്തില്ല. പിന്നെ എനിക്കൊന്നുണ്ട്. അതെന്താണ്? ഔ ഫഹ്മുൻ ഉഅ്തിയഹു റജുലുൻ മുസ്ലിമുൻ, മുസ്ലിമായ ചില ആൺകുട്ടികൾക്ക് കൊടുക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ ഗ്രാഹ്യശക്തിയുണ്ട്. എല്ലാവർക്കും കിട്ടൂലത്. അപ്പൊ ഖുർആനിൽ ഗ്രഹിച്ചെടുത്ത് നിയമം പറയാനുള്ള ഒരു ശക്തി അതെനിക്കുണ്ട്. പിന്നെയോ ഔമാഫി ഹാദിഹി സഹീഫ, പിന്നെ എൻ്റെ അടുത്തുണ്ട് ചെറിയ ഒരു ഒറയിൽ വെച്ച ഒരു ചെറിയൊരു ഏട്, അതിലൊരു 3-4 വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേറൊന്നും എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. ബുഖാരിയിലെ ഹദീസാണ് ഇത് തന്നെ. ബുഖാരിയിലെ വേറൊരു ഹദീസ് കാണാം. എന്ത് 2 കാര്യത്തിലല്ലാതെ ആരോട് ഹസദ് വെക്കാൻ പറ്റില്ല. എന്നാൽ അത് ശരിയായ ഹസദല്ല. ശരിക്ക് അതുപോലെ ഞാനും വേണ്ടി വിചാരിക്കുക. അത് 2 കാര്യത്തിലേ പറ്റൂന്നല്ല. അതിലൊന്നെന്താണ്? അല്ലാഹു തആല പ്രത്യേകമായ വിവരം കൊടുത്തൊരാള്, ആ വിവരം കൊണ്ട് അയാൾക്ക് പ്രത്യേകം വിധിക്കാൻ സാധിക്കുന്നു, നിയമം പറയാൻ സാധിക്കുന്നു, അത് പഠിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെ വിധി പറയാൻ കഴിയുന്ന നിലക്ക് അള്ളാഹു കൊടുക്കുന്ന അൽ ഹിക്മത്തുണ്ട്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് വലിയ ഒരു മഹത്തമായ ഒരു ദറജയാണ്. അത് കിട്ടിയവർക്ക് ഏതിന് കഴിയൂ. ബുഖാരിയിലെ ഈ ഹദീസും അതിന് തെളിവാണ്.